ഹരേ കൃഷ്ണ. ഇന്നത്തെ ശ്രീ ചൈതന്യ ചരിതാമൃത ക്ലാസ്സിലോട്ട് വന്നു ചേർന്ന ഭക്തന്മാർക്ക് വിനീതമായ സ്വാഗതം. നമ്മളിന്ന് ചർച്ച ചെയ്യുന്നത് ശ്രീ ചൈതന്യ ചരിതാമൃതം മധ്യലീല ഒന്നാമത്തെ അധ്യായം മഹാപ്രഭുവിന്റെ പിൽക്കാല ലീലകൾ എന്ന അധ്യായത്തിലെ 53-ാമത്തെ ശ്ലോകം മുതൽക്കാണ്. ജയ ജയ ശ്രീ ചൈതന്യ ജയ നിത്യാനന്ദ ജയ ദ്വൈത ചന്ദ്ര ജയ ഗൗരഭക്ത വൃന്ദ. ജയ ജയ ശ്രീ ചൈതന്യ ജയ നിത്യാനന്ദ ജയ ദ്വൈത ചന്ദ്ര ജയ ഗൗരഭക്ത വൃന്ദ. ജയ ജയ ശ്രീ ചൈതന്യ ജയ നിത്യാനന്ദ ജയ ദ്വൈത ചന്ദ്ര ജയ ഗൗരഭക്ത വൃന്ദ. ഹരേ കൃഷ്ണ. ശ്ലോകം 53. ഏകാലേ കരേന ജഗന്നാഥ ദർശന മനെ ഭാവേ കുരുക്ഷേത്രേ പായാചി മീലന. ഏകാലേ കരേന ജഗന്നാഥ ദർശന മനെ ഭാവേ കുരുക്ഷേത്രേ പായാചി മീലന. ഏകാലേ കരേന ജഗന്നാഥ ദർശന മനെ ഭാവേ കുരുക്ഷേത്രേ പായാചി മീലന. ശബ്ദാർത്ഥം: ഈ കാലേ, ആ സമയങ്ങളിൽ, കരേന ചെയ്യുക, ജഗന്നാഥ, ഭഗവാൻ ജഗന്നാഥന്റെ, ദർശന, ദർശിക്കുക, മനെ, മനസ്സിനുള്ളിൽ, ഭാവേ, ചിന്തിക്കുക, കുരുക്ഷേത്രേ, കുരുക്ഷേത്ര ഭൂമിയിൽ, പായാച്ചി, ലഭിച്ചു, മിലന, കണ്ടുമുട്ടൽ. വിവർത്തനം ഭാവാർത്ഥം: കൃഷ്ണ കൃപാമൂർത്തി ശ്രീ ശ്രീമദ് അഭയചരണാരവിന്ദ ഭക്തി വേദാന്ത സ്വാമി പ്രഭുപാദ പ്രഭുപാദിക്ക് ജയ്. വിവർത്തനം: ആ സമയങ്ങളിൽ ശ്രീ ചൈതന്യ മഹാപ്രഭു ജഗന്നാഥ ഭഗവാനെ ദർശനം ചെയ്യും. ദീർഘകാലത്തെ വിരഹത്തിന് ശേഷം കൃഷ്ണനെ കുരുക്ഷേത്രത്തിൽ കണ്ടുമുട്ടിയ ഗോപസ്ത്രീകളുടേത് പോലെയായിരുന്നു അപ്പോൾ അവിടുത്തെ ഭാവം. കൃഷ്ണൻ തന്റെ സഹോദരനോടും സഹോദരിയോടും ഒപ്പമായിരുന്നു കുരുക്ഷേത്രത്തിൽ സന്ദർശനത്തിനായി വന്നത്. ഭാവാർത്ഥം: കൃഷ്ണൻ കുരുക്ഷേത്രത്തിൽ യജ്ഞം അനുഷ്ഠിച്ച വേളയിൽ എല്ലാ വൃന്ദാവനവാസികളെയും തന്നെ വന്ന് കാണാൻ ക്ഷണിച്ചിരുന്നു. ചൈതന്യ മഹാപ്രഭുവിന്റെ ഹൃദയം എല്ലായ്പ്പോഴും കൃഷ്ണന്റെ വിരഹത്താൽ നിറഞ്ഞിരുന്നു. പക്ഷേ ജഗന്നാഥ ക്ഷേത്രം സന്ദർശിക്കാൻ സന്ദർഭം ഉണ്ടായാലുടൻ അവിടുന്ന് കുരുക്ഷേത്രത്തിൽ കൃഷ്ണനെ കാണാൻ വന്ന ഗോപികമാരുടെ വിചാരങ്ങളിൽ സമ്പൂർണമായി മുഴുകി. ഓമ ജ്ഞാനതിമിരാന്ധസ്യ ജ്ഞാനാഞ്ജന ശലാകയ ചക്ഷുർമീലിതം യേന തസ്മൈ ശ്രീ ഗുരുവേ നമഃ. ശ്രീ ചൈതന്യ മനോഭിഷ്ടം സ്ഥാപിതം യേന ഭൂതലേ സ്വയം രൂപഗതാമഹ്യം ദദാന്തീശ്ച പദാന്തികം വന്ദേഹം ശ്രീ ഗുരു ശ്രീയുതപദകമലം ശ്രീ ഗുരുൻ വൈഷ്ണവാംശ്ച ശ്രീരൂപം സാഗ്രജാതം സഹനരുനാഥാം വിദന്തം സജീവം സാദ്വേദം സാവധൂതം പരിജന സഹിതം കൃഷ്ണ ചൈതന്യ ദൈവം ശ്രീ രാധാകൃഷ്ണ പാദാൻ സന്നിധാശീതാംശാഖാനിതാംശ്ച. നമോ വിഷ്ണുപാദായ കൃഷ്ണപരിഷ്ഠായ ഭൂതലേ ശ്രീമതേ ഭക്തി വേദാന്ത സ്വാമിനിധി നാമിനെ നമസ്തേ സാരസ്വതേ ദേവേ ഗൗരവാണി പ്രചാരിണേ നിർവിശേഷ ശൂന്യവാദി പാശ്ചാത്യ ദേശതാരിണി. ജയ ശ്രീകൃഷ്ണ ചൈതന്യ പ്രഭു നിത്യാനന്ദ ശ്രീ അദ്വൈത ഗദാധര ശ്രീവാസാദി ഗൗരഭക്തവൃന്ദ. ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ. വഞ്ചാകൽപതരുഭ്യശ്ച കൃപാസിന്ധുഭ്യശ്ച പതിതാനാം പാവനേഭ്യോ വൈഷ്ണവേഭ്യോ നമോ നമഃ. ഹരേ കൃഷ്ണ. അപ്പൊ നമ്മൾ ചർച്ച ചെയ്യുന്നത് മധ്യലീലയിലെ ഒന്നാമത്തെ അധ്യായം, അതിൽ മഹാപ്രഭുവിന്റെ പിൽക്കാല ലീലകൾ എന്ന അധ്യായത്തിലെ 53-ാമത്തെ ശ്ലോകം മുതൽ കാണും. അപ്പം നമുക്ക് അറിയാൻ സാധിക്കും, ശ്രീ ചൈതന്യ മഹാപ്രഭു അദ്ദേഹം സന്യാസം സ്വീകരിച്ച ശേഷം നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അദ്ദേഹം എല്ലായ്പ്പോഴും ഓൾമോസ്റ്റ് അവസാനത്തെ ഒരു 12ഓളം വർഷങ്ങൾ അദ്ദേഹം വന്നിട്ട് പൂർണ്ണമായിട്ടും ജഗന്നാഥ് പുരിയിലാണ് അദ്ദേഹം സമയം ചെലവഴിച്ചത്. അപ്പൊ അദ്ദേഹം എങ്ങനെയാണോ രാധാറാണി കൃഷ്ണനെ പിരിഞ്ഞു നിൽക്കുന്ന സമയത്തുള്ള ആ വിരഹഭാവം, അതേ ഭാവമായിരുന്നു അദ്ദേഹം പ്രകടമാക്കിയത്. അപ്പൊ ആ ഒരു വിരഹഭാവത്തെയാണ് ചൈതന്യ മഹാപ്രഭു നമുക്ക് പഠിപ്പിച്ചു തന്നത്, ഇല്ലേ? വിപ്രലംബ സേവ, ലവ് ഇൻ സെപ്പറേഷൻ എന്ന് പറയും, ഇല്ലേ? നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ആ വിരഹത്തിലും ഭഗവാൻ എങ്ങനെ സേവനം ചെയ്യാം എന്നുള്ളതാണ് അദ്ദേഹം പഠിപ്പിച്ചു തന്നത് നമുക്ക്. അപ്പൊ നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും, ഈ ഒരു ശ്ലോകങ്ങളിൽ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ ചൈതന്യ മഹാപ്രഭു നിരന്തരം അദ്ദേഹം എങ്ങനെയാണോ രാധാറാണി
കൃഷ്ണനെ പിരിഞ്ഞിരിക്കുന്ന പോലെ തന്നെ ചൈതന്യ മഹാപ്രഭു അപ്പം നമ്മുടെ ജഗന്നാഥ ക്ഷേത്രം മുടങ്ങാതെ എല്ലാ ദിവസവും അദ്ദേഹം പോയി എന്ത് ചെയ്യും, ഭഗവാനെ പോയി ദർശനം കൊടുക്കുമായിരുന്നു. അപ്പൊ അങ്ങനെ ഈ ഒരു ഇതിൽ പറയുന്നു, എങ്ങനെയാണ് ദീർഘകാലത്തിന് ശേഷം ഭഗവാൻ കൃഷ്ണൻ കുരുക്ഷേത്രത്തിൽ ഗോപികമാരെ കണ്ടത്. അതുപോലെയാണ് ഇവിടെ അതേ മൂടോടെയാണ് ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുക ചൈതന്യ മഹാപ്രഭു ജഗന്നാഥ ഭഗവാനെ കണ്ടതും എന്നുള്ള രീതിയിലാണ് ഇവിടെ പറയുന്നത്. അപ്പൊ നമുക്കറിയാം കുരുക്ഷേത്രം എന്ന് പറയുന്നത് നമുക്കറിയാം അല്ലെ, അത് കുരുക്ഷേത്രം അല്ലെങ്കിൽ ദ്വാരകയാണ് നമുക്ക് ജഗന്നാഥ ക്ഷേത്രം, സുന്ദരാചലം എന്ന് പറയും, അത് റെപ്രസെന്റ് ചെയ്യുന്നത്. അപ്പൊ അത് ഐശ്വര്യത്തിന്റെ ധാമമാണ് അല്ലെ, നമ്മൾ കുരുക്ഷേത്രം അല്ലെങ്കിൽ ദ്വാരക എന്ന് പറയുന്നത് അല്ലെ. അവിടെ ഐശ്വര്യഭാവത്തോടെയാണ് ഭഗവാനെ ആരാധിക്കുന്നത് അല്ലെ. ഭഗവാൻ അവിടെ രാജാവായിട്ടാണല്ലോ ദ്വാരകയിൽ പറയുന്നത്. അപ്പം ഭഗവാൻ കൃഷ്ണനും കുരുക്ഷേത്രത്തിലും അല്ലെങ്കിൽ ദ്വാരകയിലുള്ള സമയത്ത് അവിടെ അദ്ദേഹത്തിന്റെ രാജകീയ ഭാവത്തോടെയാണ് നിൽക്കുന്നത്. അപ്പം അതുപോലെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഈ ഒരു ഗുണ്ടിച ക്ഷേത്രം എന്ന് പറയുന്നത് അവിടത്തോട്ടാണ് ഭഗവാനെ നമ്മൾ രഥം തിരിച്ചുകൊണ്ട് പോകുന്നത്. അപ്പം ആ ഗുണ്ടിച ക്ഷേത്രം എന്ന് പറയുന്നത് ഇത് വൃന്ദാവനമാണ്. അപ്പം അവിടെ എന്താണ്, അപ്പൊ അവിടെ ഭഗവാനെ എന്താണ്, അവിടെ ഒരു ഗോപപാലനായിട്ടാണ് അവർ കാണുന്നത്, അവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അല്ലെ. അപ്പം അങ്ങനെ അപ്പം അവിടെ കുരുക്ഷേത്രത്തിൽ വന്ന ഈ ഗോപസ്ത്രീകൾ അവര് ഭഗവാനെ തിരിച്ച് വൃന്ദാവനത്തിലോട്ട് കൊണ്ടുപോകുന്നതിന്റെ സിഗ്നിഫിക്കൻസ് ആണ് നമുക്ക് ഈ രഥയാത്ര കൊണ്ട് ഉദ്ദേശിക്കുന്നത് അല്ലെ. അപ്പം അവർ കാണുന്ന സമയത്ത് ഭഗവാൻ ആഭരണങ്ങൾക്ക് തൂക്കി രാജാവ് ഒരു മുകുടമൊക്കെ ഇട്ട് രാജാവിനെ പോലെയാണ് അവിടെ നിൽക്കുന്നത്. അപ്പൊ അത് കാണുമ്പോൾ അവർക്ക് എന്ത് തോന്നി, അയ്യോ കൃഷ്ണ ഇത് എന്താണ് നിനക്ക് പറ്റിയത് എന്ന് അവർ ചോദിക്കും അല്ലെ. എന്ത് പറ്റി നിനക്ക്, നീ ഈ ഒരു വേഷം ധരിച്ചിരിക്കുന്നു, ഇത് നിനക്ക് ഒട്ടും ചേരുകയില്ല, അപ്പൊ നീ നമ്മുടെ കൂടെ വൃന്ദാവനത്തിലോട്ട് വരും അല്ലെ എന്ന് പറഞ്ഞ് അങ്ങനെ കൊണ്ടുപോകുന്ന ഒരു ലീലയാണ് നമുക്ക് ജഗന്നാഥ് ഈ ഒരു രഥയാത്ര നമ്മൾ ഉദ്ദേശിച്ചത്. നമുക്ക് എല്ലാവരും അതിൽ പങ്കെടുക്കാൻ സാധിച്ചു ഭഗവാന്റെ ശീല പ്രഭുവാന്റെ കാരുണ്യം കൊണ്ട്. അപ്പം ആ ഒരു മൂടോടെയാണ്. അപ്പൊ ഇവിടെയും നമുക്ക് എന്താണ്, അപ്പം അങ്ങനെ ഈ ജഗന്നാഥ് ഭഗവാനെ വൃന്ദാവനത്തിലോട്ട് കൊണ്ടുപോകുന്ന പോലെ തന്നെയാണ് ഇവിടെ ചൈതന്യ മഹാപ്രഭു ജഗന്നാഥ് രഥയാത്ര സമയത്തും അദ്ദേഹം നൃത്തം വെച്ചുകൊണ്ട് എന്ത് ചെയ്യും, ഈ ജഗന്നാഥ് ഭഗവാനെ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ഗുണ്ടിച ക്ഷേത്രത്തിലോട്ട് കൊണ്ടുപോകുന്നത്. അപ്പൊ ഗുണ്ടിച ക്ഷേത്രമാണ് വൃന്ദാവനം നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ. അപ്പോൾ അവിടെ ഐശ്വര്യത്തോടെയാണ് നമുക്ക് ജഗന്നാഥ ക്ഷേത്രത്തിൽ ഐശ്വര്യമാണ് അവിടെ പ്രോവിൻസ്. ഇവിടെ ഗുണ്ടിചയിലാണെങ്കിൽ എന്താണ്, അവിടെ നമ്മൾ നോക്കുകയാണെങ്കിൽ മാധുര്യമാണ് അവിടെ പ്രോവിൻസ് ആയിട്ടുള്ളത്. അപ്പൊ ആ രീതിയിലാണ് അപ്പൊ ആ ഒരു ലീലയെ പറ്റിയാണ് ഇവിടെ പറയുന്നത്. അപ്പൊ അങ്ങനെ അപ്പൊ നമുക്കറിയാം ജഗന്നാഥ രഥയാത്ര നടക്കുന്ന സമയത്ത് പലപ്പോഴും ചൈതന്യ മഹാപ്രഭു പലപ്പോഴൊക്കെ രഥത്തിന് പിന്നാലെ പോയി നിൽക്കുന്ന സമയത്ത് എന്ത് ചെയ്യും, രഥം അവിടെ നിൽക്കും. അപ്പൊ അവിടെ ഭഗവാനും ഭക്തനും അല്ലെങ്കിൽ ശരിക്കും ചൈതന്യ മഹാപ്രഭു ഭഗവാൻ തന്നെയാണ്. അപ്പൊ അവർ തമ്മിലൊരു ട്രാൻസ്ജെൻഡറൽ കോമ്പറ്റീഷൻ ആണ് അല്ലെ, അതീന്ദ്രിയമായിട്ടുള്ള ഒരു മത്സരം പോലെയാണ്. അപ്പൊ ഇടയ്ക്ക് രഥം അവിടെ നിൽക്കും, പിന്നെ ചൈതന്യ മഹാപ്രഭു മുമ്പിലോട്ട് വന്നാലേ ബാക്കി രഥം പോകും. അപ്പൊ അങ്ങനെ എങ്ങനെയാണോ രാധാറാണി ഭഗവാൻ കൃഷ്ണനെ ഗോപികമാർ തിരിച്ച് വൃന്ദാവനത്തിലോട്ട് കൊണ്ടുപോകുന്നത്, അതേ മൂടോടെയാണ് ജഗന്നാഥ ക്ഷേത്രത്തിൽ നിന്ന് ഗുണ്ടിച ക്ഷേത്രത്തിലോട്ട് ഈ രഥയാത്ര നടക്കുന്നത് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കും. ഇനി അടുത്തൊരു ശ്ലോകം നോക്കാം. ശ്ലോകം 54. രഥയാത്രായ ആകെ യവേ കരേന നർത്തന താഹാനേ പദ മാത്ര കരയേ ഗായന. ശബ്ദാർത്ഥം: രഥയാത്രായ രഥോത്സവത്തിൽ ആകെ മുമ്പിൽ, യവേ എപ്പോൾ, കരേന ചെയ്യുക, നർത്തന നൃത്തം, താഹാൻ അവിടെ, ഇത് പദ പദ്യം, മാത്ര മാത്രം, കരയെ ചെയ്യുക, ഗായന ആലപിക്കുക. വിവർത്തനം: ചൈതന്യ മഹാപ്രഭു രഥോത്സവത്തിൽ രഥത്തിനു മുമ്പിൽ നൃത്തം ചെയ്യുമ്പോൾ താഴെ കൊടുത്തിട്ടുള്ള 2 വരികൾ പതിവായി ആലപിച്ചിരുന്നു. ശ്ലോകം 55. സെയ്ത പരാണനാഥ പായിനു യഹലാഗി മദന ദഹനെ ജുരുകേനു. ശബ്ദാർത്ഥം: സെയ്ത ആ പ്രാണനാഥൻ, പായിനു ലഭിച്ചു, യാഹി ആർക്ക്, ലാഗി വേണ്ടി, മദന ദഹനെ കാമാഗ്നിയിൽ, ജുരി ദഹിക്കുക, ഗേനു ആയി തീർന്നു. വിവർത്തനം ഭാവാർത്ഥം: കൃഷ്ണ കൃപാമൂർത്തി ശ്രീ ശ്രീമദ് അഭയചരണ അരവിന്ദ ഭക്തിവേദ സ്വാമി പ്രഭുപാദ് ശീല പ്രഭുപാദ് കി ജയ്. വിവർത്തനം: ആർക്കു വേണ്ടിയാണോ ഞാൻ കാമാഗ്നിയിൽ ദഹിച്ചു കൊണ്ടിരുന്നത്, ആ പ്രാണനാഥനെ എനിക്ക് ലഭിച്ചിരിക്കുന്നു. ഭാവാർത്ഥം: ശ്രീമദ് ഭാഗവത്തിൽ 10, 29, 15 ഇങ്ങനെ പ്രസ്താവിച്ചിരിക്കുന്നു.
കാമം ക്രോധം ഭയം സ്നേഹം ഐക്യം സൗഹൃദം ഏവച്ച നിത്യം ഹരോ വിദതോ യാന്തി തൻ മയതാം ഹിതേ. കാമം എന്ന വാക്കിന് കാമേച്ഛ എന്നും ഭയം എന്ന വാക്കിന് പേടി എന്നും ക്രോധത്തിന് കോപം എന്നാണ് അർത്ഥം. ഒരുവൻ ഏതെങ്കിലും വിധത്തിൽ കൃഷ്ണനെ സമീപിക്കുന്ന പക്ഷം അവന്റെ ജീവിതം വിജയപ്രദമായി തീരുന്നു. ഗോപികമാർ കൃഷ്ണനെ കാമാഭിലാഷത്തോടെ സമീപിച്ചു. കൃഷ്ണൻ അതിസുന്ദരനായ കുമാരനായിരുന്നു. അവർ അവിടുന്നുമായി സന്ധിച്ച് അവിടുത്തെ സഹവാസം ആസ്വദിക്കാൻ ആഗ്രഹിച്ചു. പക്ഷെ ഈ കാമേച്ഛ ഭൗതിക ലോകത്തിലെ ഭൗതിക ലോകത്തിലെ ഭൗതിക ലോകത്തിലേതിൽ നിന്ന് വ്യത്യസ്തമാണ്. അത് ഭൗതികമായ കാമം എന്ന പോലെ കാണപ്പെടുന്നു. പക്ഷെ വാസ്തവത്തിൽ അത് കൃഷ്ണനോടുള്ള ആകർഷണത്തിന്റെ അത്യുന്നത രൂപമാണ്. ചൈതന്യ മഹാപ്രഭു ഒരു സന്യാസിയായിരുന്നു. അവിടുന്ന് വീടും മറ്റെല്ലാം തന്നെയും ഉപേക്ഷിച്ച് അവിടുന്ന് തീർച്ചയായും യാതൊരു വിധത്തിലുള്ള ലൗകിക കാമേച്ഛകൾക്കും പ്രലോഭിപ്പിക്കാൻ സാധിക്കുമായിരുന്നില്ല. അതിനാൽ അവിടുന്ന് മദനദഹനെ കാമാഗ്നിയിൽ എന്ന വാക്ക് ഉപയോഗിച്ചപ്പോൾ കൃഷ്ണനോടുള്ള പരിശുദ്ധ പ്രേമം മൂലം താൻ കൃഷ്ണനിൽ നിന്നുള്ള വിരഹത്തിന്റെ അഗ്നിയിൽ ദഹിക്കുകയായിരുന്നു എന്നാണ് ഉദ്ദേശിച്ചത്. ജഗന്നാഥനെ കണ്ടുമുട്ടുമ്പോഴൊക്കെ ക്ഷേത്രത്തിലായാലും രഥയാത്രയിലായാലും ചൈതന്യ മഹാപ്രഭു ഇങ്ങനെ ചിന്തിച്ചു: ഇപ്പോൾ എനിക്ക് എന്റെ പ്രാണനാഥനെ ലഭിച്ചിരിക്കുന്നു. അപ്പം നമുക്ക് ഇവിടെ മനസ്സിലാക്കാൻ സാധിച്ചു. അപ്പം നമുക്കറിയാം ചൈതന്യ മഹാപ്രഭു രഥയാത്ര സമയത്ത് വളരെ മനോഹരമായിട്ട് നൃത്തം വെക്കും. അപ്പൊ അദ്ദേഹം പല ഗ്രൂപ്പുകളായിട്ട് അതിനെ ഡിവൈഡ് ചെയ്യും ഓൾമോസ്റ്റ്. അപ്പൊ ആ ഗ്രൂപ്പുകളിൽ അപ്പൊ ഓരോ ഗ്രൂപ്പുകളായിട്ടാണ് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ചൈതന്യ ലീലയെ നമുക്ക് പിന്നെ കാണാൻ സാധിക്കും. ഡീറ്റെയിൽ ആയിട്ടും ഒരുപാട് ഗ്രൂപ്പുകളായിട്ട് മാറി അതിൽ രണ്ട് മൃദംഗം അടിക്കുന്ന 2 പേര്, പിന്നെ കർത്താൽ ഒരു 4 പേര്, കീർത്തനം പാടുന്ന ഒരാള്. അപ്പൊ അങ്ങനെ പല പല ഗ്രൂപ്പുകളായിട്ടാണ് ഇതിനെ തിരിച്ചിരിക്കുന്നത്. അപ്പൊ അതിന് ഓരോ ഗ്രൂപ്പിനും എന്ത് സംഭവിക്കുന്ന വെച്ചാൽ ചൈതന്യ മഹാപ്രഭു ആ ഓരോ ഗ്രൂപ്പുകളും എനിക്കൊന്ന് 8, 10, 12 ഗ്രൂപ്പ് എന്തുകൊണ്ട് ആ 12 ഗ്രൂപ്പുകളിലും അവർ കീർത്തനം ചെയ്യുന്ന സമയത്ത് ചൈതന്യ മഹാപ്രഭു അവിടെ ഉണ്ടാവും. ആക്ച്വലി 12 ഗ്രൂപ്പുകളിലും അവർക്ക് ചൈതന്യ മഹാപ്രഭുവിനെ കാണാൻ സാധിക്കും. പിന്നെ ഭഗവാൻ എന്ന് പറയുന്നത് ആക്ച്വലി എന്താ നമുക്ക് കാണാൻ സാധിക്കും. ഭഗവാന് ഇല്ലേ പരമാത്മ രൂപൻ എല്ലാവരും എക്സ്പാൻഡ് ചെയ്യാൻ പറ്റുന്ന പോലെ തന്നെ നമ്മുടെ ചൈതന്യ മഹാപ്രഭു അതുപോലെ തന്നെ എക്സ്പാൻഡ് ചെയ്ത് ഓരോ ഇതിലും അദ്ദേഹം മനോഹരമായിട്ട് നൃത്തം വെക്കുകയായിരുന്നു. അപ്പൊ അങ്ങനെ നൃത്തം ചെയ്യുന്ന സമയത്തും ഇവിടെ കാണാൻ സാധിക്കും. നമുക്കിവിടെ 2 വരികൾ പതിവായിട്ട് ആലപിച്ചു എന്നാണ് പറയുന്നത്. സൈത പരാനാഥ പായിനു യാഹാലാഗി മദന ധനെ ജുരികേനു. ആർക്കു വേണ്ടിയാണോ ഞാൻ കാമാഗ്നിയിൽ ദഹിച്ചുകൊണ്ടിരുന്നത് ആ പ്രാണനാഥനെ എനിക്ക് ലഭിച്ചിരിക്കുന്നു എന്നാണ്. അപ്പൊ ആരാണ് ഇപ്പം ആർക്ക് വേണ്ടിയാണ് ഭഗവാൻ കൃഷ്ണനെ ലഭിച്ചിരിക്കുന്നു എന്നാണ് പറയുന്നത് അല്ലെ, നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ. അപ്പം നമുക്കിവിടെ ഒരു സംശയം വരാം. അപ്പൊ നമുക്കറിയാം ക്ഷീര പ്രഭുപാന ഭാവാർത്ഥത്തിന്റെ വെളിച്ചത്തിലാണ് നമുക്ക് ഈ ശ്ലോകങ്ങളൊക്കെ മനസ്സിലാക്കേണ്ടത്. അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ തെറ്റിദ്ധരിക്കപ്പെടും പലപ്പോഴും. അപ്പൊ ഇതിൽ നമുക്ക് കാണാൻ സാധിക്കും. ഇപ്പൊ ഇതില് ശ്രീമദ് ഭാഗവത്തില് ഇതന്നെ നമുക്കറിയാം ദശമസ്കന്ധത്തിൽ തന്നെ ഉള്ള ഒരു നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അത് തന്നെ നമ്മൾ കൃഷ്ണലീലയിലുള്ള ഒരു ഇത് തന്നെയാണ്. ഗോപിലീലയ്ക്ക് തൊട്ട് മുമ്പായിട്ടുള്ള ശ്ലോകത്തിൽ വരുന്നു: കാമം ക്രോധം ഭയം സ്നേഹം ഐക്യം സൗഹൃദം ഏവച്ച നിത്യം ഹരോ വിദതോ യാന്തി തന്മയതാം ഹിതേ. ആ ശ്ലോകത്തിൽ പറയുന്നു. അപ്പൊ ഇതിൽ പറയുന്നു കാമം ക്രോധം ഭയം അല്ലെ, ഈ 3 കാര്യങ്ങൾ ആണ് അല്ലെ നമുക്ക് നമ്മുടെ ഭൗതികത്തിൽ എല്ലാവർക്കുള്ള കാര്യമാണ് അല്ലെ. കാമം ഉണ്ടാവും, പിന്നെ നമുക്ക് ഭയമുണ്ട് അല്ലെ. നമുക്ക് പല പല ആഗ്രഹങ്ങളുണ്ടല്ലേ, ഭഗവാനെ മറന്നുകൊണ്ട് ഭഗവാനെ സേവിക്കണം എന്നുള്ള ആഗ്രഹങ്ങളൊക്കെ നമ്മൾ നോക്കുകയാണെങ്കിൽ അതൊരു കാമം തന്നെയാണ്, ഭൗതികമായിട്ടുള്ള ആഗ്രഹങ്ങളൊക്കെ. അപ്പം അതുണ്ട്. അപ്പൊ കാമം എന്ന് പറയുന്നത് അതാണ് ഉദ്ദേശിക്കുന്നത്, ഭഗവാനെ മറന്നുകൊണ്ടല്ല. കാരണം ഇതിൽ തന്നെ കൃഷ്ണദാസ് കവിരാജ് ഗോസ്വാമി ഒരു ശ്ലോകത്തിൽ പറയുന്നു: ആത്മേന്ദ്രിയ പ്രീതി വാഞ്ച താരെ ബലേ കാം, കൃഷ്ണേന്ദ്രിയ പ്രീതിച്ച താരെ പ്രേം നാം. അപ്പൊ എന്താണ് കാമം, എന്താണ് പ്രേമം എന്നുള്ളത് തമ്മിലുള്ള വ്യത്യാസം വളരെ വ്യക്തമായിട്ടും നമ്മൾ കൃഷ്ണദാസ് കവിരാജ് ഗോസ്വാമി ചരിത്രത്തിൽ തന്നെ പറയും. ആത്മേന്ദ്രിയ പ്രീതി വാഞ്ച താരെ ബലേ കാം. അപ്പൊ എന്താണ് ആത്മേന്ദ്രിയങ്ങൾ, നമ്മുടെ സ്വന്തം ഇന്ദ്രിയങ്ങളെ തൃപ്തിപ്പെടുത്താനുള്ള ആഗ്രഹത്തിനെയാണ് കാമം എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. കൃഷ്ണേന്ദ്രിയ പ്രീതി ഇച്ഛ താരെ ബലേ പ്രേം അല്ലെ. അപ്പൊ കാമം പ്രേമം ഇപ്പൊ പ്രേമം എന്ന് പറയുന്നത് എന്താണ്? കൃഷ്ണേന്ദ്ര പ്രീതി ഇച്ഛ, കൃഷ്ണന്റെ ഇന്ദ്രിയങ്ങളെ തൃപ്തിപ്പെടുത്താനുള്ള ആഗ്രഹത്തിനെയാണ് പ്രേമം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പം ചെറിയൊരു വ്യത്യാസം കാണാൻ സാധിക്കും അല്ലെ. ഒന്ന് നമ്മളെ തൃപ്തിപ്പെടുത്താം, ഒന്ന് ഭഗവാനെ തൃപ്തിപ്പെടുത്താം. ആ ചിന്തയിലെ വ്യത്യാസമാണ് കാമവും പ്രേമം എന്നുള്ള വ്യത്യാസം. പക്ഷെ നമ്മൾ നോക്കുകയാണെങ്കിൽ കാമം എന്ന് പറയുന്നത് പ്രേമം എന്ന് പറയുന്നത് ഒരുപാട് ദൂരെയുള്ള 2 കാര്യങ്ങളാണ് നോക്കുകയാണെങ്കിൽ. അപ്പൊ അതിൽ ആ മനോഭാവത്തിലുള്ള മാറ്റമാണ് രണ്ടിനും നമ്മൾ വ്യത്യാസമാക്കുന്നത് നോക്കുകയാണെങ്കിൽ. അപ്പൊ അതുപോലെ തന്നെ ഭയം
എന്നത് ക്രോധം, കോപം എന്നാണ് അല്ലെ, ഭയത്തിന്. അപ്പം അപ്പം പേടി അല്ലെ, നമുക്ക് എല്ലാത്തിനും. ഇപ്പൊ നമുക്ക് എന്താണ് ഭൗതിക ലോകത്തിലുള്ള സമയത്ത് നമുക്ക് എന്തെങ്കിലും നഷ്ടപ്പെടുവോ? കാരണം നമ്മളാണ് ഇതിന്റെയൊക്കെ ഓണർ അല്ലെ. എനിക്ക് എൻജോയ് ചെയ്യണമെന്ന് ആഗ്രഹമുള്ള സമയത്ത് ഓട്ടോമാറ്റിക്കലി നമുക്ക് എന്തുണ്ടാവും, അത് എന്റെ നഷ്ടപ്പെട്ടു പോകും. കാരണം നമ്മൾ ശരീരമാണ് ബോധത്തോടെ നിൽക്കുന്ന ഒരു വ്യക്തിക്ക് എന്തായാലും അറിയാൻ സാധിക്കും, എന്റെ കൂടെയുള്ള സാധനം എന്റെ കൂടെ എപ്പോഴും ഉണ്ടാവില്ല അല്ലെ. ശരീരം പോകുന്ന കൂട്ടത്തിന്റെ ഇതൊക്കെ നമുക്ക് നഷ്ടപ്പെട്ടു പോകുമല്ലോ. നമ്മൾ നോക്കുകയാണെങ്കിൽ നമ്മുടെ കൂടെ എന്തെങ്കിലും വരുമോ? ഇല്ല, അതൊക്കെ നഷ്ടപ്പെട്ടു പോകും. അപ്പൊ ആ ഭയം ഓട്ടോമാറ്റിക്കലി ഉണ്ടാവും. പിന്നെന്താണ് ക്രോധം. ഇപ്പൊ നമുക്ക് എന്തെങ്കിലും നഷ്ടപ്പെടുന്ന സമയത്ത് അപ്പൊ നമുക്ക് ആ ക്രോധം ഉണ്ടാവും അല്ലെ. എനിക്ക് അത് വേണം, എനിക്ക് നഷ്ടപ്പെട്ടു, എന്റേതാണ് ഉള്ള ബോധമുണ്ട്. അപ്പം ഞാൻ എന്റേത് ഉള്ള ബോധമുള്ള ഒരു വ്യക്തിക്കാണ് ഇതൊക്കെ വരിക. പക്ഷെ അതേ സമയത്ത് ഒരു വ്യക്തി ചിന്തിക്കുകയാണ്, ഇതൊക്കെ ഭഗവാൻ എനിക്ക് തന്നിരിക്കുകയാണെന്നും ഇത് ഞാൻ അതിന്റെ ജസ്റ്റ് ഒരു കസ്റ്റോഡിയൻ മാത്രമാണ് അല്ലെ, തൽക്കാലത്തേക്കുള്ള ഒരു വ്യക്തിയാണ് അല്ലെ. നമ്മൾ എങ്ങനെയാണ് ഒരു വാടക വീട്ടിൽ വന്ന് നിൽക്കുന്ന സമയത്ത് നമ്മൾ കുറച്ചുനാൾ നിൽക്കും, അതിനുശേഷം ആ ഓണർ ഒഴിഞ്ഞു പോകാൻ പറയുന്ന സമയത്ത് ഒഴിഞ്ഞു പോയേ പറ്റുള്ളൂ. അപ്പൊ നമുക്ക് പറയാൻ പറ്റില്ലല്ലോ ഇത് എന്റെ വീടാണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല അല്ലെ. അപ്പൊ അതുപോലെ തന്നെ നമുക്ക് ഈ കിട്ടിയ ശരീരം, കർമ്മങ്ങൾ അനുസരിച്ച് നമുക്ക് ഈ ശരീരം കിട്ടിയിരിക്കുകയാണ്. അപ്പൊ അതിന്റെ കാലാവധി കഴിയുന്ന സമയത്ത് ഈ ശരീരം വിട്ട് നമുക്ക് പോകേണ്ടി വരും. അപ്പൊ പോകുന്ന സമയത്തും എന്ത് ചിന്തിക്കും? അപ്പൊ ഒരു ഒരു നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു അഭക്തനെ വീഴ്ച അദ്ദേഹത്തിന് എന്ത് സംഭവിക്കും? അദ്ദേഹം ചിന്തിക്കും, അയ്യോ ഇത് എന്റെ ശരീരമാണ്, അപ്പൊ ഞാൻ എങ്ങനെ ഇത് എന്റെ കുട്ടികൾ, എന്റെ വീട്, എന്റെ ഇത് എല്ലാം നമ്മൾ ചിന്തിക്കും. അങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന വ്യക്തിക്ക് ആ ശരീരം വിട്ടിട്ട് പോകാൻ എന്ന് പറഞ്ഞാൽ അത് ഭയങ്കര ബുദ്ധിമുട്ടായി തോന്നും. ആ സമയത്ത് അദ്ദേഹത്തിന്റെ അവബോധം മൊത്തമായിട്ട് എന്തായിരിക്കും? ഭയവും ഇതൊക്കെ ഉണ്ടാവും അദ്ദേഹത്തിന്. പക്ഷെ അതേ സമയത്ത് കൃഷ്ണാവബോധമുള്ള വ്യക്തി അപേക്ഷിച്ച് എന്ത് മനസ്സിലാക്കും? എനിക്ക് ഭഗവാൻ ഈ ശരീരം തന്നു, അപ്പൊ അതിൽ എനിക്ക് എന്നെ കൊണ്ടാവുന്ന രീതിയിലുള്ള സേവനങ്ങൾ ഞാൻ അനുഷ്ഠിച്ചു. ഇനിയിപ്പോ ഈ ശരീരത്തിന് കൊണ്ട് കൂടുതൽ സേവനങ്ങൾ ചെയ്യാൻ സാധിക്കില്ല. അപ്പൊ അതുകൊണ്ട് ഭഗവാന്റെ ഇച്ഛ അനുസരിച്ച് എന്താണോ അടുത്ത് കിട്ടുന്നത് അതിൽ എനിക്ക് ഭഗവാന് സേവനം ചെയ്യാൻ പറ്റണമേ എന്നുള്ള പ്രാർത്ഥന മാത്രമാണ് അദ്ദേഹത്തിനുള്ളത്. അപ്പൊ അതുകൊണ്ട് ഏതൊരവസ്ഥയിലായാലും ആ വ്യക്തിക്ക് എന്താണ്, ഭഗവാനെ സേവനം ചെയ്യാനുള്ള ബോധം ഉള്ളതുകൊണ്ട് അദ്ദേഹത്തിന് ഈ പ്രശ്നങ്ങൾ അതിൽ വരില്ല. അപ്പോൾ നമ്മൾ എങ്ങനെയാണോ, ഒരു ആചാര്യം പറയുന്നു, നമ്മൾ ഒരു മുറിയിൽ നിന്ന് അടുത്ത മുറിയിലോട്ട് പോകുന്ന സമയത്ത് നമ്മൾ വിഷമിക്കും, അയ്യോ ഈ മുറി നഷ്ടപ്പെട്ടു പോയല്ലോ, ഞാൻ ഈ മുറിയിൽ വന്നതിന് ആ മുറി പോയല്ലോ നമ്മൾ ചിന്തിക്കും, ഇല്ലല്ലോ. അപ്പൊ അതുപോലെ തന്നെയാണ് നമ്മൾ ഈ ഒരു ശരീരം വിട്ട് അടുത്ത ശരീരത്തോട്ട് വരുന്നത്. അപ്പൊ ഭക്തനെ അപേക്ഷിച്ച് എങ്ങനെയാണ്, നമ്മൾ ഒരു മുറിയിൽ നിന്ന് വിട്ട് അടുത്ത മുറിയിലോട്ട് നമ്മൾ നടന്നു പോകുന്ന പോലെയാണ്. അപ്പൊ അതുകൊണ്ട് ഒരു ഭക്തനെ അപേക്ഷിച്ച് അദ്ദേഹം ഈ കാമം, അല്ലെങ്കിൽ ഈ ഭയം അല്ലെങ്കിൽ ക്രോധത്തിനൊന്നും ആ, അതിന് ആ, അതിന് അതിന്റെ ആസക്തനല്ല നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ. നമ്മൾ നോക്കുകയാണെങ്കിൽ അപ്പൊ അതാണ് ഈ ശ്ലോകത്ത് പറഞ്ഞത്. ഇപ്പൊ ഒരുവൻ എന്താണ് ഏതെങ്കിലും വിധത്തിൽ കൃഷ്ണനെ സമീപിക്കുന്ന പക്ഷെ അവന്റെ ജീവിതം വിജയപ്രദമായി തീരുന്നു ഉള്ള കാര്യമാണ് ഇതിൽ പറയുന്നത്. അപ്പൊ നമുക്കറിയാം, നമുക്ക് എന്തൊക്കെ ഇച്ഛയുണ്ടെങ്കിൽ നമ്മൾ ഭഗവാനെ നമ്മൾ സേവനം ചെയ്യാനുള്ള കാര്യമാണ്. കാരണം നമ്മൾ ആരും പ്യൂർ അല്ല, നമുക്ക് എല്ലാവർക്കും കാമവും ക്രോധവും ലോഭവും ഒക്കെ ഉള്ളതുകൊണ്ടാണ് നമ്മൾ ഈ ശരീരം നമ്മൾ എടുത്തിരിക്കുന്നത്. അപ്പൊ എന്നിരുന്നാലും നമ്മൾ എന്ത് ചെയ്യണം? ഭഗവാനെ സേവനം ചെയ്യുകയാണെങ്കിൽ നമ്മൾ എന്താണ്, നമുക്ക് പ്യൂരിഫൈഡ് ആവും അല്ലെ. ഭഗവാന്റെ പേരാണ് പവിത്ര അല്ലെ. അപ്പൊ നമ്മൾ ഭഗവാന്റെ സേവനം ചെയ്യുമ്പോൾ പൂർണ്ണമായിട്ടും ശുദ്ധീകരിക്കപ്പെടും. അതുകൊണ്ടാണ് ശ്രീമദ് ഭാഗവതത്തിലും പറയുന്നത്, അകാമ സർവകാമ മോക്ഷകാമ ഉദാരതി തീവ്രേന ഭക്തി യോഗേന വിജയത്തെ പുരുഷം പരം. അപ്പൊ അതിൽ പറയാണ് അല്ലെ, അകാമ സർവകാമ മോക്ഷകാമ. ഒരാൾക്ക് ആഗ്രഹങ്ങളെ ഇല്ല, അകാമ. പിന്നെന്താണ് സർവകാമ, ഒരുപാട് ആഗ്രഹങ്ങളുണ്ട്, അങ്ങനെയുള്ള വ്യക്തികളായാലും ശരി. മോക്ഷകാമ, അല്ലെങ്കിൽ എനിക്ക് മോക്ഷം നേടാനുള്ള ആഗ്രഹമുണ്ട്, അങ്ങനെ ആയാലും ശരി. ഇപ്പൊ എന്ത് ആഗ്രഹം ഉണ്ടെങ്കിൽ നിങ്ങൾ എന്താണ്, തീവ്രേന ഭക്തിയോഗം, നിങ്ങൾ ഭക്തിയോഗത്തിൽ തീവ്രമായിട്ടും ചെയ്തേ പുരുഷം വരും. ആ ഭഗവാനെ സാറ്റിസ്ഫൈ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ, ഭഗവാനെ തൃപ്തിപ്പെടുത്തുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് പൂർണ്ണമായിട്ടും ഈ ആഗ്രഹങ്ങളിൽ നിന്നൊക്കെ നമുക്ക് എന്താണ് നമുക്ക് പൂർണ്ണമായിട്ടും മുക്തി അതിനെ കളഞ്ഞിട്ട് നമുക്ക് എന്തെങ്കിലും ഭഗവാന്റെ അടുത്തുള്ള പരിശുദ്ധ സ്നേഹം വളർത്തിയെടുക്കാൻ സാധിക്കും. അതാണ് നമ്മൾ മനുഷ്യജീവിതത്തിന്റെ ലക്ഷ്യം. അപ്പൊ ആ രീതിയിലാണ് ഇത് പറഞ്ഞത്. അപ്പൊ ഗോപികമാരുടെ കാമാഭിലാഷങ്ങൾ എന്ന് പറയുമ്പോഴും നമ്മൾ ചിലപ്പോൾ ചിന്തിക്കും, ഇത് നമ്മളെ പോലത്തെ ഈ ചിന്തകളാണോ, അല്ല ഒരു മെറ്റീരിയൽ ലസ്റ്റ് അല്ലെങ്കിൽ ഭൗതികമായിട്ടുള്ള ഇന്ദ്രിയ തൃപ്തിയാണോ ഉദ്ദേശിച്ചത്? അല്ല, ശരിക്കും പ്രശ്നം എന്താണ്, അവര് അവരെ അപേക്ഷിച്ച് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഭഗവാനെ തൃപ്തിപ്പെടുത്താനുള്ള ബോധത്തോടെയാണ് അവർ ഭഗവാന്റെ അടുത്ത് പോയത്. ഭഗവാന്റെ സന്തോഷത്തിന് വേണ്ടിയിട്ടാണ് അവർ പോയത്. അതുകൊണ്ട് എന്ത് സംഭവിച്ചു? അങ്ങനത്തെ ആഗ്രഹങ്ങളും അതും അതൊരു സേവനമായിട്ട് മാറാണ് ഇവിടെ ചെയ്യുന്നത്. അപ്പൊ അതുകൊണ്ട് നമ്മൾ ഒരിക്കലും ഇതിനെ തെറ്റിദ്ധരിക്കരുത്. ഈ ഒരു ഇത് സാധാരണ ഭൗതികത്തിൽ കാണുന്ന ഒരു കാമേച്ഛയാണ് ഈ ഗോപികമാരുടെ ഇത് നമ്മൾ ചിന്തിക്കാൻ പാടില്ല ആക്ച്വലി വന്നിട്ട്. കാരണം അത് ഏറ്റവും ഭക്തി തന്നെ ഏറ്റവും പരമോന്നതമായിട്ടുള്ള ഒരു കാര്യമായിട്ടാണ് ആചാര്യന്മാർ പറയുന്നത്. അപ്പൊ നമുക്ക് അതിനെപ്പറ്റി മനസ്സിലായാലെന്നുണ്ടെങ്കിൽ ഒരിക്കലും നമ്മൾ അതിനെപ്പറ്റി ആ രീതിയിൽ ചിന്തിക്കാതിരിക്കുക. അപ്പൊ നമ്മൾ എപ്പോഴും അത് ആചാര്യന്മാരുടെ ഭാവാർത്ഥത്തിലും പിന്നെ നമ്മൾ നോക്കുകയാണ് ബൊണഫൈഡ് ആയിട്ടുള്ള സ്പിരിച്വൽ മാസ്റ്റേഴ്സിൽ നിന്ന് കേൾക്കാം നമ്മൾ അല്ലെ. നമ്മൾ നോക്കുകയാണെങ്കിൽ അങ്ങനത്തെ കേട്ടാലേ നമുക്ക് അല്ലെ, നമ്മൾ അങ്ങനെ ഒരു ഗുരുപരമ്പരയിൽ നിന്ന് കേട്ടാലേ എന്താണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കണം. അല്ലെങ്കിൽ അത് തെറ്റായ രീതിയിൽ നമ്മൾ ചിന്തിക്കപ്പെടും. പക്ഷെ നമുക്ക് ഇവിടെ മനസ്സിലാക്കാൻ സാധിക്കും. ഇതിലും പറയുന്നു, ചൈതന്യ മഹാപ്രഭു എന്താണ്, ഒരു സന്യാസിയാണ്. അപ്പൊ അദ്ദേഹം ഇതൊക്കെ അല്ല, അദ്ദേഹത്തിന്റെ വീടും പത്നിയും എല്ലാം ഭൗതികമായിട്ട് എല്ലാത്തിനെയും കളഞ്ഞിട്ടാണ് അദ്ദേഹം ഇവിടെ വന്നിരിക്കുന്നത്. നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇല്ലെ, ഉപേക്ഷിച്ചിട്ടാണ് അദ്ദേഹം ഇദ്ദേഹം എന്താണ് ഭക്തി സേവനം ചെയ്യാണ് ഇവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ. അപ്പൊ അദ്ദേഹം ഈ ഗോപികമാരുടെ
ലീലകളെ പറ്റി നിരന്തരം മെഡിറ്റേറ്റ് ചെയ്യും, അതിനെപ്പറ്റി ചിന്തിക്കുകയാണെന്നുണ്ടെങ്കിൽ, അപ്പൊ അങ്ങനെയുള്ള സന്യാസി തന്നെ അതിന് ഏറ്റവും ഉയർന്ന രീതിയിലുള്ള നമ്മൾ ഈ ഉയർന്ന രീതിയിലുള്ള ഈ ചിന്തകൾ. അപ്പൊ അദ്ദേഹം എന്താ ചെയ്യുന്നത്? സന്യാസി എന്ന് പറഞ്ഞാൽ എല്ലാത്തിനും വിരക്തനാണ് അല്ലെ, നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ. അപ്പൊ ആ ഒരു വ്യക്തി കൂടി നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പം ഈ ഒരു ഗോപികമാരുടെ ഭക്തിയാണ് അത് ഏറ്റവും അത്യുന്നതമായിട്ട് ചിന്തിക്കുകയും, ആ ഭക്തി അതിനെപ്പറ്റിയാണ് അദ്ദേഹം ചിന്തിക്കുകയാണെന്നുണ്ടെങ്കിൽ അത് സാധാരണ രീതിയിലുള്ള ഒരു ഭൗതികമായിട്ടുള്ള ഒരു കാമമല്ല എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ലോജിക്കലായിട്ട് അല്ലെ. അതുകൊണ്ടാണല്ലോ സന്യാസിമാരടക്കം എന്ത് ചെയ്യുന്നു, അദ്ദേഹം ചൈതന്യ മഹാപ്രഭുവായിട്ടുള്ള അദ്ദേഹം തന്നെ ഈ ഇതിനെപ്പറ്റി ആ വിരഹഭാവം പ്രകടമാക്കുകയും ആ ലീലകളെ പറ്റിയൊക്കെ അദ്ദേഹം മെഡിറ്റേറ്റ് ചെയ്യുകയും ചെയ്തു അല്ലെ. ഈവൻ നമ്മൾ പറയാറുണ്ട്, ഇപ്പൊ സന്യാസ ദീക്ഷ എടുത്ത ഭക്തന്മാർ അല്ലെ, സന്യാസികളായിട്ടുള്ള ആൾക്കാർ കൂടി അവരുടെ ഗായത്രി മന്ത്രത്തിൽ കൂടി ഈ ഗോപിക ലീലയിലുള്ള കുറച്ച് മന്ത്രങ്ങൾ അതിലുണ്ട്. അപ്പൊ അതിന്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ എന്താണ്? അത്ര നമ്മൾ വിരക്തിയുടെ ഏറ്റവും അത്യുന്നതമായിട്ടുള്ള കാഷ്ടയാണ് സന്യാസാശ്രമം എന്ന് പറയുന്നത് അല്ലെ. അപ്പൊ അതിലും ഗോപികമാരുടെ ഈ കാര്യങ്ങളെ പറ്റി ചർച്ച ചെയ്യുകയാണെങ്കിൽ, ആ മന്ത്രങ്ങൾ അവർ പറയുകയാണെന്നുണ്ടെങ്കിൽ കൂടി അതിന്റെ അർത്ഥം എന്ന് പറയുന്നത് എന്താണ്, അതിന്റെ മീനിങ് എന്ന് പറഞ്ഞാൽ എന്താണ്? അപ്പം ഇത് സാധാരണ ഭൗതികമായിട്ടുള്ള കാമതൃപ്തി അല്ല, ഇത് എന്താണ്, ഇത് നേരെ തിരിച്ചെന്താണ്, ഇത് അതീന്ദ്രിയമായിട്ടുള്ള ഒരു കാര്യമാണ് നമ്മൾ നോക്കുകയാണെങ്കിൽ. അപ്പം ഇത് ഭഗവാൻ തൃപ്തിപ്പെടുത്താനുള്ളതാണ് അവരുടെ ഗോപികമാരുടെ ആ ഒരു ലീലകൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുക. അതുകൊണ്ട് നമ്മൾ എപ്പോഴും മനസ്സിലാക്കേണ്ട ഒരു കാര്യം വെച്ചാൽ, നമുക്കത് മനസ്സിലായില്ലെങ്കിൽ കൂടി നമ്മൾ എന്ത് ചെയ്യണം, ഒരിക്കലും അതിനോട് ഒരു തെറ്റായ രീതിയിലുള്ള മനോഭാവത്തോടെ അതിനെ കാണരുത് എന്നുള്ളതാണ്. അപ്പം അതാണ് അതൊക്കെ പഠിപ്പിച്ചിരുന്നത്. അതുകൊണ്ട് തന്നെയാണ് നമ്മളെപ്പോഴും ആചാര്യന്മാരുടെ ഭാവാർത്ഥത്തിൽ നമ്മൾ ഇതിനെ മനസ്സിലാക്കാനുള്ളത്. അപ്പോൾ അതുകൊണ്ടാണ് ഇതിൽ പറയുന്നത്, ലാസ്റ്റ് ആയിട്ട് ഇതിൽ പറയുന്നു, അവിടെ നിന്ന് തീർച്ചയായും യാതൊരു വിധത്തിലുള്ള ലൗകിക കാമേച്ഛകൾക്കും പ്രലോഭിക്കാൻ സാധിക്കുമായിരുന്നില്ല. അതിനാൽ അവിടുന്ന് മദനദഹനെ കാമാഗ്നിയിൽ എന്ന വാക്ക് ഉപയോഗിച്ചപ്പോൾ കൃഷ്ണനോടുള്ള പരിശുദ്ധ പ്രേമം മൂലം താൻ കൃഷ്ണനിൽ നിന്നുള്ള വിരഹത്തിന്റെ അഗ്നിയിൽ ദഹിക്കുകയായിരുന്നു എന്നാണ് ഉദ്ദേശിച്ചത്. ജഗന്നാഥനെ കണ്ടുമുട്ടുമ്പോഴേക്കും ക്ഷേത്രത്തിലായാലും രഥയാത്രയിലായാലും ചൈതന്യ മഹാപ്രഭു ഇങ്ങനെ ചിന്തിച്ചു. സോറി, ഇടയ്ക്കൊരു കോള് വന്നു. അപ്പം ഇതിന് പറയുന്നു, അപ്പൊ കാമാഗ്നിയിൽ എന്ന വാക്ക് ഉപയോഗിച്ചപ്പോൾ കൃഷ്ണനോടുള്ള പരിശുദ്ധ പ്രേമം മൂലം താൻ കൃഷ്ണനിൽ നിന്നുള്ള വിരഹത്തിന്റെ അഗ്നിയിൽ ദഹിക്കുകയായിരുന്നു എന്നാണ് ഉദ്ദേശിച്ചത്. ജഗന്നാഥനെ കണ്ടുമുട്ടുമ്പോഴൊക്കെ ക്ഷേത്രത്തിലായാലും രഥയാത്രയിലായാലും ചൈതന്യ മഹാപ്രഭു ഇങ്ങനെ ചിന്തിച്ചു, ഇപ്പോൾ എനിക്ക് എന്റെ പ്രാണനാഥനെ ലഭിച്ചിരിക്കുന്നു. അപ്പൊ ആ ഒരു ഇതോടെയാണ് അദ്ദേഹം രഥയാത്രയിൽ പങ്കെടുത്തത്. അപ്പൊ അദ്ദേഹം എന്താണ്, അപ്പൊ ഇങ്ങനെയാണ് ഗോപികമാർ വിരഹത്തിൽ ഭഗവാനെ കുരുക്ഷേത്രത്തിൽ വെച്ച് കണ്ടപ്പോ അല്ലെ, വർഷങ്ങൾക്ക് ശേഷം. അതുപോലെ തന്നെ ഇവിടെ ചൈതന്യ മഹാപ്രഭു ഈ ഒരു ഈ ഒരു മൂഡിലാണ് അദ്ദേഹത്തിന് പ്രാണാന്തി ലഭിച്ചിരിക്കും എന്നുള്ള പ്രാർത്ഥനയായിരുന്നു അദ്ദേഹം വീണ്ടും വീണ്ടും സബ്മിറ്റ് ചെയ്തത്. അപ്പൊ അതുകൊണ്ട് ശീല പ്രഭുപാദും അദ്ദേഹത്തിന്റെ ഒരു ലീലയിൽ നമുക്ക് കാണാൻ സാധിക്കും. ലീലാമൃതയിൽ നമ്മൾ വായിച്ചിട്ടുണ്ടാവും. നമ്മൾ മുമ്പ് പറഞ്ഞു തന്നെയാണ്, പക്ഷെ ഞാൻ ഈ ഒരു കോണ്ടെക്സ്റ്റ് അത് പറയാന്ന് വിചാരിച്ചു. അപ്പം അപ്പം അവര് അദ്ദേഹം വന്നിട്ട് ചെന്നൈയിൽ ഒരു ഒരു വ്യക്തി അദ്ദേഹത്തിനെ സ്പോൺസർ ചെയ്യുകയും ചെന്നൈയിൽ വന്ന സമയത്ത് അദ്ദേഹത്തിന്റെ വീട്ടിലായിരുന്നു ശ്രീല പ്രഭുപാദിന് താമസമൊക്കെ ഒരുക്കിയത് അന്ന്. അപ്പൊ അന്ന് നമുക്ക് ചെന്നൈയിൽ ടെമ്പിൾ ഒന്നും ഇല്ല. അപ്പൊ പ്രചരണാർത്ഥം അദ്ദേഹം അവിടെ പോയി നിന്നു. അപ്പൊ അവിടെ പോയി നിന്ന സമയത്ത് നമ്മൾ നോക്കുന്ന സമയത്ത് എന്ത് സംഭവിച്ചു? അപ്പം ഇത് നടന്ന സമയത്ത് അപ്പൊ അവിടെ നല്ല പണക്കാരായിട്ടുള്ള രണ്ടുപേരാണ്. അപ്പൊ ഒരു ഹസ്ബൻഡ് വൈഫ്, വലിയൊരു വീടുണ്ട്. അപ്പം ഷീല പ്രഭുപാദ് അവരുടെ വീട്ടിൽ വലിയ കൃഷ്ണന്റെ വിഗ്രഹവും രാധാ വിഗ്രഹം ഒക്കെ ഉണ്ട്. അപ്പം അവര് എല്ലാ കാര്യങ്ങളും സംസാരിച്ചു. അപ്പം പലതവണയായിട്ട് അവര് പലപ്പോഴും പ്രഭുപാദ് അടുത്ത് ചോദിച്ചു, അങ്ങേക്ക് രാധാകൃഷ്ണ ലീലകളെ പറ്റി ഒന്ന് പറഞ്ഞു തരാൻ സാധിക്കുമോ എന്ന് പറഞ്ഞു. പ്രഭുപാദ് അടുത്ത് ചോദിച്ചു. അപ്പൊ ആദ്യം പറഞ്ഞ പ്രഭുപാദ് പറഞ്ഞു ശരി. അപ്പൊ അതിനെപ്പറ്റി അദ്ദേഹം ചെവി കൊണ്ടില്ല. അപ്പൊ വീണ്ടും വീണ്ടും ഇവര് ചോദിച്ച സമയം വീണ്ടും വീണ്ടും ചോദിച്ചു. അപ്പൊ എല്ലാവരും പോയ ശേഷം വൈകുന്നേര സമയത്തായിരുന്നു. അപ്പൊ അദ്ദേഹം ചോദിച്ചു, അപ്പം ഇങ്ങനെ രാധാകൃഷ്ണ ലീലയെ പറ്റി പറഞ്ഞുതരാൻ പറ്റുമോ എന്ന് ചോദിച്ചു. അപ്പൊ ചോദിച്ച സമയത്ത് പ്രഭുപാദ് വീണ്ടും വീണ്ടും ചോദിച്ച സമയത്ത് പ്രഭുപാദ് എന്ത് ചെയ്തു? അപ്പൊ പ്രഭുപാദ് അവരടുത്ത് നേരിട്ട് പറഞ്ഞു, നിങ്ങൾ ചിലപ്പോൾ ഈ രാധാകൃഷ്ണ ലീലയെ പറ്റി കേൾക്കാൻ യോഗ്യതരായിരിക്കും, പക്ഷെ ഞാൻ അത് പറയാനുള്ള യോഗ്യത എനിക്കില്ല എന്നാണ് ശീല പ്രഭുപാദ് പറഞ്ഞത്. അപ്പൊ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും, അപ്പൊ രാധാകൃഷ്ണ ലീല എന്ന് പറഞ്ഞാൽ അത്രയും ഉയർന്ന ഒരു കാര്യമാണ്. അപ്പം ശീല പ്രഭുപാദ് എന്ന ഒരു ആചാര്യനും പരിശുദ്ധ ഭക്തൻ കൂടി അങ്ങനെ പറയുകയാണെന്നുണ്ടെങ്കിൽ അപ്പൊ നമ്മളെ അവസ്ഥ എന്തായിരിക്കും? അപ്പൊ അതുകൊണ്ട് നമ്മൾ ഒരിക്കലും അതിനെ സാധാരണഗതിയിലൊന്നും അതിനെ മനസ്സിലാക്കാൻ ശ്രമിക്കരുത്. എപ്പോഴും നമ്മളൊരു ആചാര്യന്റെയോ ആത്മീയ ഗുരുവിന്റെ ഒക്കെ നമ്മൾ കമന്ററി അനുസരിച്ചാണ് അതിനെ മനസ്സിലാക്കാൻ ശ്രമിക്കുക. അതാണ് ഇതിൽ പറയുന്നത്. നമുക്ക് അടുത്തൊരു ശ്ലോകം നോക്കാം. ശ്ലോകം 56. ഏയ് ദുയഗാനേ നാചേന ദ്വിതീയ പ്രഹര കൃഷ്ണലയ വ്രജയായി ഏ ഭാവ അന്തര. ശബ്ദാർത്ഥം: ഏയ് ദുയ ഗാനെ, ഈ ഗാനം ആവർത്തിച്ച്, നാചേന നൃത്തം ചെയ്യുക, ദ്വിതീയ പ്രഹര ദിവസത്തിന്റെ രണ്ടാം യാമത്തിൽ, കൃഷ്ണലന കൃഷ്ണനെ കൂട്ടിക്കൊണ്ടു പോവുക, വ്രജയായി വൃന്ദാവനത്തിലേക്ക് പോകട്ടെ, ഏയ് ഭാവ ഈ ഭാവം, അന്തര ഉള്ളിൽ വിവർത്തനം.
ഭഗവാൻ ചൈതന്യ മഹാപ്രഭു ഈ ഗാനം സെയ്ത നാഥ പതിവായി പ്രത്യേകിച്ചും ദിവസത്തിന്റെ 2-ാം യാമത്തിൽ ആലപിക്കുകയുമായിരുന്നു. അപ്പോൾ കൃഷ്ണനെയും കൂട്ടിക്കൊണ്ട് ഞാൻ വൃന്ദാവനത്തിലേക്ക് മടങ്ങിപ്പോട്ടെ എന്ന് അവിടുന്ന് ചിന്തിച്ചു. ഈ ഭാവം സദാ അവിടുത്തെ ഹൃദയത്തിൽ മുഴുകിയിരുന്നു. ഭാവാർത്ഥം: എപ്പോഴും ശ്രീമതി രാധാറാണിയുടെ ഭാവത്തിൽ മുഴുകിയിരുന്ന ശ്രീ ചൈതന്യ മഹാപ്രഭുവിന് കൃഷ്ണൻ വൃന്ദാവനത്തിൽ നിന്ന് മധുരയിലേക്ക് പോയപ്പോൾ ശ്രീമതി രാധാറാണിക്ക് അനുഭവപ്പെട്ട അതേ വിരഹം അനുഭവപ്പെട്ടു. വിരഹഭാവത്തിൽ ഭഗവത് പ്രേമം നേടുവാൻ ഇത്തരം പ്രേമാനുഭൂതി വളരെ സഹായകമാണ്. ഭഗവാനെ ദർശിക്കാൻ അമിതമായ ആകാംക്ഷപ്പെടേണ്ടതില്ലെന്നും മറിച്ച് ഭാവസമ്പൂർണതയോടെ അവിടുന്ന് നിന്നുള്ള വിരഹം അനുഭവിക്കുകയാണ് വേണ്ടതെന്നും ശ്രീ ചൈതന്യ മഹാപ്രഭു എല്ലാവരെയും പഠിപ്പിച്ചിരുന്നു. വാസ്തവത്തിൽ ഭഗവാനിൽ നിന്നുള്ള വിരഹം അനുഭവിക്കുന്നതാണ് അവിടുത്തെ മുഖാമുഖം കാണാൻ ആഗ്രഹിക്കുന്നതിനേക്കാൾ ശ്രേഷ്ഠം. ഗോകുലവാസികളായ വൃന്ദാവനത്തിലെ ഗോപസ്ത്രീകൾ സൂര്യഗ്രഹണ വേളയിൽ കുരുക്ഷേത്രത്തിൽ വെച്ച് കൃഷ്ണനെ കണ്ടുമുട്ടിയപ്പോൾ അവിടുന്ന് വൃന്ദാവനത്തിലേക്ക് തിരികെ കൂട്ടിക്കൊണ്ടു പോകാൻ ആഗ്രഹിച്ചു. ജഗന്നാഥ ഭഗവാനെ ക്ഷേത്രത്തിലോ അല്ലെങ്കിൽ രഥയാത്രയിലെ രഥത്തിലോ കണ്ടാൽ ഉടൻ ശ്രീകൃഷ്ണ ചൈതന്യ മഹാപ്രഭുവിനും അതേ ഭാവം അനുഭവപ്പെട്ടു. വൃന്ദാവനത്തിലെ ഗോപികമാർ ദ്വാരകയുടെ ഐശ്വര്യം ഇഷ്ടപ്പെട്ടിരുന്നില്ല. അവർ കൃഷ്ണനെ വൃന്ദാവന ഗ്രാമത്തിലേക്ക് കൂട്ടിക്കൊണ്ടു പോകാനും അവിടെ നികുഞ്ചങ്ങളിൽ അവിടുത്തെ സഹവാസം ആസ്വദിക്കാനും ആഗ്രഹിച്ചു. ശ്രീ ചൈതന്യ മഹാപ്രഭുവിനും ഇതേ ആഗ്രഹം തോന്നുകയും അവിടുന്ന് രഥയാത്രാ മഹോത്സവത്തിൽ ഭഗവാൻ ജഗന്നാഥൻ രഥത്തിൽ ഗുണ്ടിജ മന്ദിരത്തിലേക്ക് പോകുമ്പോൾ രഥത്തിന് മുന്നിൽ ആനന്ദ പരവശനായി നൃത്തമാടുകയും ചെയ്തു. നമുക്ക് ഈ ഒരു ഇതിൽ കാണാൻ സാധിക്കും എങ്ങനെയാണ് അപ്പൊ കൃഷ്ണനെയും കൂട്ടിക്കൊണ്ട് വൃന്ദാവനത്തിലേക്ക് മടങ്ങിപ്പോട്ടെ എന്ന ഒരു ഭാവമാണ്, ഇതേ മൂഡാണ് ആക്ച്വലി ഇവിടെ നമുക്ക് ചൈതന്യ മഹാപ്രഭു പ്രകടമാക്കിയത്. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ജഗന്നാഥ ക്ഷേത്രം എന്ന് പറയുന്നത് കുരുക്ഷേത്രം അല്ലെങ്കിൽ ദ്വാരകയാണ്. അവിടെ നിന്ന് ഗുണ്ടിജ ക്ഷേത്രം എന്ന് പറയുന്നത് വൃന്ദാവനമാണ്. അപ്പൊ അങ്ങോട്ടേക്ക് ഐശ്വര്യധാമത്തിൽ നിന്ന് മാധുര്യധാമത്തിലോട്ട് കൊണ്ടുപോകാനുള്ളതാണ് ഇവിടെ രഥയാത്രയുടെ ഇത് എസൻസ് എന്ന് പറയുന്നത്, അതിന്റെ സാരം എന്ന് പറയും. അപ്പൊ ഇവിടെ നമുക്ക് കാണാൻ സാധിക്കും അപ്പോൾ രാധാറാണിയുടെ അതേ മൂഡ് എടുത്തുകൊണ്ടാണ് ചൈതന്യ മഹാപ്രഭു അവതരിച്ചത്. അപ്പൊ അതേ ഭാവത്തോടെയാണ് അല്ലെ നമ്മൾ എങ്ങനെയാണോ വൃന്ദാവനത്തിൽ നമുക്ക് അറിയാൻ സാധിക്കും. അപ്പം വൃന്ദാവനത്തിൽ നിന്ന് മധുരയിലേക്ക് ആക്ച്വലി കൃഷ്ണൻ പോയ സമയത്ത് ഇപ്പൊ രാധാറാണി അനുഭവപ്പെട്ട അതേ വിരഹമാണ് നമുക്ക് ഇവിടെ ചൈതന്യ മഹാപ്രഭുവിന് ഇവിടെ ആ ഒരു മൂഡായിരുന്നു അദ്ദേഹത്തിന് ഉണ്ടായത്. ഭഗവാനെ ആ ഒരു വിരഹത്തോടെയാണ് അദ്ദേഹം ആ മൂഡോടെയാണ് അദ്ദേഹത്തിന് അനുഭവപ്പെട്ടത്. അപ്പം ഇതിൽ പറയുന്നു പ്രഭുപാദ് ഈ ഒരു ഭാവാർത്ഥം നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. വിരഹഭാവത്തിലുള്ള ഭഗവത് പ്രേമം നേടുവാൻ ഇത്തരം പ്രേമാനുഭൂതി വളരെ സഹായകമാണ്. ഭഗവാനെ ദർശിക്കാൻ അമിതമായി ആകാംക്ഷപ്പെടേണ്ടതില്ലെന്നും മറിച്ച് ഭാവസമ്പൂർണതയോടെ അവിടുന്ന് നിന്നുള്ള വിരഹം അനുഭവിക്കുകയാണ് വേണ്ടതെന്നും ശ്രീചൈതന്യ മഹാപ്രഭു എല്ലാവരും പഠിപ്പിച്ചു. അപ്പൊ ആ ഒരു ലെസൺ ആണ് അല്ലെ വിപ്രലംബ സേവ എന്ന് പറയും അല്ലെ, വിരഹഭാവത്തിൽ ഭഗവാനെ സേവനം ചെയ്യുക എന്നുള്ളതാണ് ചൈതന്യ മഹാപ്രഭു പഠിപ്പിച്ചത്. അപ്പൊ ഭഗവാന്റെ അല്ലെ ലവ് ഇൻ സെപ്പറേഷൻ എന്ന് പറയും അല്ലെ. അപ്പൊ വിരഹത്തിൽ നിന്നുള്ള ഭഗവാനെ സ്നേഹിക്കുക, സേവനം ചെയ്യാനുള്ള കാര്യമാണ് അല്ലെ. നമുക്ക് സാധാരണ ഒരു ഭൗതികമായിട്ടുള്ള എക്സാമ്പിൾ നമ്മൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പം ഒരു രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും സ്നേഹിക്കുകയാണെങ്കിൽ കൂടി അവര് കാണുന്നതിനെക്കാട്ടും കൂടുതൽ രണ്ടുപേര് തമ്മിൽ അല്ലെ അവര് കാണുന്നതിനെക്കാട്ടും കൂടുതൽ കൂടുതൽ ചിന്തിക്കുന്ന എപ്പോഴായിരിക്കും അവര് ആക്ച്വലി കൂടുതൽ ചിന്തിക്കുന്നപ്പോൾ അവരില്ലാത്ത ഇല്ല അവര് നേരിട്ട് കണ്ടുമുട്ടാത്ത സമയത്തായിരിക്കും അവർ കൂടുതൽ അവരെ പറ്റി അങ്ങോട്ടും ഇങ്ങോട്ടും ചിന്തിക്കുന്നത്. അപ്പൊ അപ്പോഴായിരിക്കും അവർ ഒരുപാട് അവരെ പറ്റി ഓർക്കുകയും ചിന്തിക്കുകയൊക്കെ ചെയ്യുന്നു. നമ്മൾ നോക്കുകയാണെങ്കിൽ കാണുന്നത് ഒരു ജസ്റ്റ് ഇൻസ്റ്റൻസ് ആണ്, പക്ഷെ അതോടെ ആ സ്നേഹത്തിന് അത്ര പരിപൂർണത ഉണ്ടാവില്ല. പക്ഷെ വിഷയത്തിലായിരിക്കും ആ സ്നേഹഭാവത്തിന് കൂടുതൽ ഇല്ലേ, അദ്ദേഹത്തിനെ കാണണം എന്നുള്ള ആ ഒരു ആഗ്രഹം വളരെ കൂടി വരും. കാണുമ്പോൾ ആ ആഗ്രഹം അവിടെ പോവാണ് ചെയ്യുന്നത്. അതുപോലെ തന്നെയാണ് വിരഹഭാവത്തിലൂടെ ആണ് നമ്മുടെ സേവനം. അതാണ് അപ്പം ആ രീതിയിലാണ് നമുക്ക് ഈ ഒരു നമുക്ക് പരമ്പര പഠിപ്പിച്ചിരുന്നത് അല്ലെ. അപ്പം നമ്മൾ നോക്കുകയാണെങ്കിൽ ആചാര്യന്മാരാണെങ്കിലും നമുക്ക് അതാണ് പഠിപ്പിച്ചിരുന്നത്. നമ്മൾ നോക്കുകയാണെങ്കിൽ നമ്മൾ ഷഡ്ഗോസ്വാമിമാരാണെങ്കിലും ശരി. ഇപ്പൊ ഒരിക്കലും അവർ പറയും ഞാൻ ഭഗവാനെ ഇന്ന് കണ്ടു അല്ലെങ്കിൽ ഞാൻ സ്വപ്നത്തിൽ കണ്ടു. ഇതൊക്കെ നമ്മൾ ചിലപ്പോൾ ചില ആൾക്കാരൊക്കെ ചിലപ്പോൾ പറയും ഞാൻ ഭഗവാൻ അത് കണ്ടു, സ്വപ്നത്തിൽ കണ്ടു, ഭഗവാൻ എൻ്റെ ഇത് പറഞ്ഞു. അപ്പൊ ഒരിക്കലും ആചാര്യന്മാർ ഇത്രയും ഉയർന്ന പരിശുദ്ധ ഭക്തന്മാരാണ്. അവർ പറയുന്നതാണ് എന്നാണ് എനിക്ക് ആ ഭഗവാനെ കാണാൻ സാധിക്കുക, എന്നാണ് ആ ഭഗവാനെ സേവനം ചെയ്യാൻ സാധിക്കുക, ആ ഭഗവാന്റെ ഭക്തനാവാൻ എനിക്ക് എന്നാവാൻ സാധിക്കും എന്ന മൂഡാണ് നമുക്ക് ആക്ച്വലി ആചാര്യന്മാരും ഷഡ്ഗോസ്വാമിമാരും പഠിപ്പിച്ചത്. അപ്പൊ ആ ലവ് ഇൻ സെപ്പറേഷൻ ആണ് അതിന്റെ ഇത്. അപ്പം നമ്മൾ ആ വിപ്രലംബ സേവ ആ രീതിയിലായിരിക്കണം. അപ്പൊ വിരഹത്തിലുള്ള സേവയാണ് നമ്മൾ കൃഷ്ണാവു നമുക്ക് പഠിപ്പിച്ചു തരുന്നത്. കാരണം അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഒരു വ്യക്തിക്ക് എന്നും ഭഗവാൻ ഓർക്കാൻ സാധിക്കും.
അപ്പം അല്ലെ, നമ്മൾ ഭഗവാൻ ഇപ്പം എന്താണ്, ഇപ്പം നമ്മൾ ഭഗവാൻ പ്രത്യക്ഷമായിട്ട് ഇല്ലെങ്കിൽ കൂടി വ്യക്തിക്ക് പല രീതിയിലും ഭഗവാനെ സേവനം ചെയ്യാം. ഭഗവാന്റെ തിരുനാമം ജപിക്കാം, ഭഗവാന്റെ വിഗ്രഹത്തിന് ആരാധന ചെയ്യാം, ഭഗവാന് വേണ്ടി കുക്ക് ചെയ്യാം. ഭഗവാൻ പൂർണ്ണനായതുകൊണ്ട് അല്ലെ, അബ്സല്യൂട്ട് ആയതുകൊണ്ട് നമുക്ക് എന്ത് രീതിയിലും ഭഗവാനെ സേവനം ചെയ്യുമ്പോഴും ഭഗവാന്റെ പ്രസൻസ് നമുക്ക് കാണാൻ സാധിക്കും. ആ ഒരു ഭാവത്തോടെയാണ് പറയുന്നത്. അപ്പൊ ആ ഒരു മൂഡാണ് നമുക്ക് ചൈതന്യ മഹാപ്രഭു പഠിപ്പിച്ചത്. അപ്പൊ അതാണ്, അതുകൊണ്ടാണ് ഭക്തി സിദ്ധാന്ത സരസ്വതി മഹാരാജും പറയുന്നത്, ഡു നോട്ട് ട്രൈ ടു സീ ഗോഡ്, ട്രൈ ടു സെർവ് ഗോഡ് ഇൻ സച്ച് എ വേ ദാറ്റ് കൃഷ്ണ വാണ്ട്സ് ടു സീ യു. അപ്പൊ അതിൽ പറഞ്ഞില്ല, അപ്പൊ നമ്മൾ ഒരിക്കലും നമ്മൾ ഭഗവാനെ കാണാൻ നമ്മൾ ശ്രമിക്കേണ്ട ആവശ്യമില്ല. നമ്മൾ എന്ത് ചെയ്യണം? ട്രൈ ടു സെർവ് കൃഷ്ണ ഇൻ സച്ച് എ വേ. ഇല്ല, അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ ഭഗവാനെ സേവനം ചെയ്യണം. ഇല്ല, നമ്മൾ ആ രീതിയിൽ സേവനം ചെയ്യണം. എങ്ങനെയാണ്? അപ്പൊ ഭഗവാൻ തന്നെ വന്ന് നമ്മളെ കാണണം എന്നുള്ള രീതിയിൽ നമ്മൾ സേവനം ചെയ്യാനുള്ളതാണ് നമുക്ക് പഠിപ്പിച്ചു തരുന്നത്. അപ്പം ഓട്ടോമാറ്റിക്കലി ഒരു ഭക്തൻ പരിശുദ്ധിയോടെ ആത്മാർത്ഥതയോടെ അദ്ദേഹം ഭഗവാനെ സേവനം ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിൽ ഭഗവാൻ തൃപ്തനാണ്. അപ്പൊ ഭഗവാൻ തൃപ്തനാകുമ്പോൾ ഭക്തനും തൃപ്തനാണ്. അപ്പൊ ഭക്തന് ഭഗവാനെ നേരിട്ട് പോയി കാണുന്നോ അങ്ങനെ ഒരു ആഗ്രഹം ഇല്ല. കാരണം എപ്പോഴും ഭഗവത് സേവനമാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുക. അപ്പൊ 3 കാര്യങ്ങളാണ് എപ്പോഴും ഉള്ളത്. അപ്പം നമ്മൾ നോക്കുകയാണെങ്കിൽ സേവ്യ, സേവ, സേവക, ഈ 3 കാര്യങ്ങളാണ് എപ്പോഴും ഉള്ളത്. നമ്മൾ നോക്കുകയാണെങ്കിൽ അബ്സല്യൂട്ട് ആയിട്ടുള്ളത്. കാരണം സേവ്യ എന്ന് പറഞ്ഞാൽ ഭഗവാനെ സേവനം ചെയ്യുക. പിന്നെ സേവ എന്ന് പറഞ്ഞാൽ ഭഗവാന്, സേവ്യൻ എന്ന് പറഞ്ഞാൽ ഭഗവാൻ, നമ്മൾ ആരെയാണ് സേവിക്കുന്നത്, അതാണ് സേവ്യ. പിന്നെ സേവ എന്ന് പറയുന്നത് സർവീസ്, നമ്മൾ ഭഗവാനെ സേവനം ചെയ്യുന്നു. പിന്നെ സേവക എന്ന് പറയുന്നത് സേവനം ചെയ്യുന്ന വ്യക്തി, അത് ഭക്തന്മാരാണ് അല്ലെ. അപ്പൊ ഇത് 3 എപ്പോഴും ഉണ്ട്. നമുക്ക് നോക്കുകയാണെങ്കിൽ എവിടെയായാലും, നമ്മൾ ഇവിടെ ആയാലും ശരി, ആത്മീയ ലോകത്തിലായാലും ശരി, അവിടെ ഭക്തൻ ഒരിക്കലും ചിന്തിക്കുന്നില്ല. ശരിക്കും ഉയർന്ന രീതിയിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു പരിശുദ്ധ ഭക്തൻ ഒരിക്കലും ആഗ്രഹിക്കുന്നില്ല ഞാൻ ഭഗവാൻ ധാമത്തിലോട്ട് പോകണമെന്ന് കൂടി. അദ്ദേഹം ചിന്തിക്കുന്നതാണ്, ഇനി എന്നെന്നും ഭഗവാനെ സേവനം ചെയ്യാൻ പറ്റണമെന്നുള്ള ചിന്തയാണ് പരിശുദ്ധ ഭക്തൻ ചിന്തിക്കുന്നത്. അപ്പൊ അതുകൊണ്ടാണ് ഭക്തി വിനോദ് ഠാക്കൂർ കൂടി ഒരു ശ്ലോകത്തിൽ പറഞ്ഞു, കീടജന്മ ഹോയ് ഹോയ് ത്വാരദാസ്. അപ്പൊ അതിൽ പറയാണ്, ഞാനൊരു കീടമായിട്ട് ജനിച്ചാലും കുഴപ്പമില്ല, പക്ഷെ ഞാനൊരു ഭക്തന്റെ ഗ്രഹത്തിൽ ജനിക്കണം എന്നാണ് അദ്ദേഹം പറയുന്നത് ഒരു വൈഷ്ണവ സോങ്ങിൽ. അപ്പം പറയുന്നതാണ്, അപ്പൊ അദ്ദേഹം, അപ്പൊ എപ്പോ ആയാലും എനിക്ക് സേവനം ചെയ്യാം ഉള്ള മനോഭാവം മാത്രമാണ് എനിക്ക് വേണ്ടത്, ബാക്കി അങ്ങയുടെ ഇഷ്ടമാണ്. അതാണ് ശരിക്കും പരിശുദ്ധ ഭക്തിയുടെ ഉയർന്ന തലം. കാരണം എന്ത് ഭഗവാന്റെ ഇച്ഛയാണ് അത് നടക്കട്ടെ ഉള്ളതാണ് ഒരു ഭക്തൻ ചിന്തിക്കേണ്ടത്. ആക്ച്വലി അത് നമ്മളെ ഒരു സ്വന്തമായിട്ടുള്ള ആഗ്രഹമില്ല. അതാണ് ശരിക്കും ഭക്തിയുടെ ഉയർന്നത് എന്ന് പറയുന്നത്. നമ്മൾ ബാക്ക് ടു ഗോഡ് എന്നൊക്കെ നമ്മൾ പറയും അല്ലെ, ഭഗവതാമത്തിലോട്ട് പോകണമെന്നുള്ള ആഗ്രഹവും തെറ്റല്ല. പക്ഷെ അതിനെക്കാട് ഉയർന്നൊരു ഇത് എന്ന് പറയുന്നത് എന്താണ്? ഭഗവാന്റെ ഇച്ഛ എന്താണോ അതനുസരിച്ച് അത് നടക്കട്ടെ എന്നതാണ് പറയുന്നത് അല്ലെ. അതുകൊണ്ടാണ് ശീല പ്രഭുപാദും നമ്മൾ പലപ്പോഴും അദ്ദേഹം പ്രാർത്ഥന സമർപ്പിക്കുന്ന സമയത്ത് ഇഫ് കൃഷ്ണ വിൽസ്, അല്ലെങ്കിൽ ഭഗവാന്റെ ഇഷ്ടം ഉണ്ടെങ്കിൽ അത് നടക്കട്ടെ എന്നാണ് പറയപ്പെടുന്നത് അല്ലെ. ഈവൻ ആക്ച്വലി പ്രഭുപാദ് 1977 കാലഘട്ടത്തിൽ അദ്ദേഹം ശരീരം വെടിയുന്നതിന് മുമ്പായിട്ട്, അദ്ദേഹം ഇഹലോകവാസം വെടിയുന്നതിന് മുമ്പായിട്ടും അപ്പം ഭക്തന്മാർ ചോദിച്ചു. കാരണം എന്തുണ്ടെങ്കിലും അവർ പ്രഭുപാദത്ത് ചോദിക്കും, അതാണ് അവരുടെ ഒരു വലിയ ക്വാളിറ്റി. എന്തുണ്ടെങ്കിലും പ്രഭുപാദത്ത് ചോദിച്ചിട്ടാണ് അവർ ചെയ്യുക. അപ്പം പ്രഭുപാദ് നമ്മൾ എങ്ങനെ പ്രാർത്ഥിക്കണം ഭഗവാന്റെ അടുത്ത് ചോദിച്ച സമയത്ത് അപ്പം അവര് ശീല പ്രഭുപാദ് പറഞ്ഞു കൊടുത്തു, ഓ ലോർഡ് കൃഷ്ണ, ഇഫ് യു വിൽ പ്ലീസ് ക്യൂർ ശീല പ്രഭുപാദ് എന്ന് പറഞ്ഞു. അപ്പൊ അതിൽ പറഞ്ഞു വെച്ചാൽ, അല്ലയോ ഭഗവാനെ, ഇത് അങ്ങയുടെ ആഗ്രഹം, അങ്ങയുടെ ഇച്ഛയുണ്ടെങ്കിൽ, അങ്ങയുടെ ഇഷ്ടമുണ്ടെങ്കിൽ പ്രഭുപാദിന്റെ ആരോഗ്യം തിരിച്ചു കൊണ്ടുവരുമെന്നാണ് പറഞ്ഞത്. അപ്പൊ അതാണ് ആ ഭക്തിയുടെ ഉയർന്നതായിട്ടുള്ള കാര്യം. അപ്പൊ അതാണ് പരിശുദ്ധ ഭക്തി. വേറൊരു അഭിലാഷവും ഇല്ലാതെ നമ്മൾ എന്ത് ചെയ്യുക, ഭഗവാന്റെ ഇച്ഛ എന്താണോ അത് മനസ്സിലാക്കി അതനുസരിച്ച് നമ്മൾ ഇത് ചെയ്യാനുള്ളതാണ് ഇത് പറയുന്നത്. അപ്പൊ ഇതിൽ നമ്മൾ പറഞ്ഞു വന്നത്, ഇപ്പൊ ഇതിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇവിടെ നമുക്ക് നേരത്തെ പറഞ്ഞ പോലെ തന്നെ വീണ്ടും ഇവിടെ ഒരു എന്താണ്, ജഗന്നാഥ ക്ഷേത്രത്തിൽ നിന്ന് ഗുണിജ ക്ഷേത്രത്തിലോട്ട് പോവാണ്. അപ്പൊ എങ്ങനെയാണോ ഭഗവാനെ ദ്വാരകയിൽ അല്ലെങ്കിൽ കുരുക്ഷേത്രത്തിൽ നിന്ന് ഗോപികമാര് തിരിച്ച് വൃന്ദാവനത്തിലോട്ട് വിളിച്ചുകൊണ്ട് പോകാൻ ആഗ്രഹിച്ചത്, അതുപോലെ തന്നെയാണ് ഈ രഥയാത്രയിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പൊ ഇതുപോലെ തന്നെയാണ്, ഇതേ ഭാവത്തോടെയാണ് ചൈതന്യ മഹാപ്രഭു അവിടെ രഥയാത്ര സമയത്ത് ഉണ്ടായത്. ആ ഗോപിമാരുടെ ഭാവം അല്ലെ രാധാറാണിന്റെ ഭാവം എന്താണ് മനസ്സിലാക്കി ആ ഇതോടെയാണ് അദ്ദേഹം തിരിച്ചു കൊണ്ടുപോകും. കാരണം എന്താണ്, കാരണം വെച്ചാൽ വൃന്ദാവനത്തിലെ ഗോപികമാർക്ക് ദ്വാരകയുടെ ഈ ഐശ്വര്യങ്ങൾ തീരെ ഇഷ്ടമല്ല അവർക്ക്. കാരണം ഭഗവാനെ അവരെന്താണ് സിമ്പിൾ ആയിട്ടുള്ള ഒരു വ്യക്തിയായിട്ട് കാണാനാണ് ആഗ്രഹിക്കുന്നത് അല്ലെ, സാധാരണ ഒരു ഗോപബാലകനായിട്ട് കാണാനാണ് ആഗ്രഹിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് അവരെന്താണ്, ഭഗവാൻ കൃഷ്ണനെ അവർക്ക് ഇവിടെ ഇപ്പൊ രാജകീയ വേഷത്തിൽ ഇരുത്തി ചക്രവർത്തിയായിട്ട് കാണാനോ ഒന്നും ഇഷ്ടപ്പെടുന്നില്ല. അവരാഗ്രഹിക്കുന്നത് എന്താണ്, തിരിച്ച് വൃന്ദാവനത്തിലോട്ട് തിരിച്ചു കൊണ്ടുപോകണം. അപ്പൊ അവർ തിരിച്ച് കൊണ്ടുപോയി ഭഗവാനെ അവിടെ എന്ത് ചെയ്യണം, അവിടുത്തെ നാച്ചുറൽ ആയിട്ടുള്ള കുറെ ഇല്ല നമ്മൾ കാണുകയാണെങ്കിൽ അവിടെയുള്ള പല പല പൂക്കൾ പുഷ്പങ്ങളൊക്കെ വെച്ച് ഭഗവാനെ അലങ്കരിച്ച് അവിടെ നികുഞ്ചങ്ങളിൽ അവിടെ ഒരുമിച്ച് ഇരുന്ന് അവരെ എന്ത് ചെയ്യാം, സവാസം ആസ്വദിക്കാനാണ് അവർ ആഗ്രഹിച്ചത് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പൊ അതാണ് രഥയാത്രയുടെ ഒരു ഇന്നർ മീനിങ് എന്ന് പറയുന്നത്. അപ്പൊ അതാണ് നമുക്കറിയാം ഈ ഒരു നമ്മൾ നോക്കുകയാണെങ്കിൽ സൂര്യഗ്രഹണ സമയത്ത് ഇവര് കുരുക്ഷേത്രത്തിൽ
വന്നവര് യജ്ഞം ചെയ്യണം അല്ലെ? എല്ലാ ദ്വാരകാവാസികളും എല്ലാ രാജാക്കന്മാരും രാജകുമാരൊക്കെ വന്ന് യജ്ഞം ചെയ്യുന്നു. ആ സമയത്ത് ഇവരും വരുന്നുണ്ട് അല്ലെ? വൃന്ദാവനത്ത് നിന്ന് ബാക്കിയെല്ലാവരും വരുന്നുണ്ട്. അവരെ തിരിച്ചു കൊണ്ടുപോകുന്ന ഒരു മൂഡാണ് നമുക്ക് ഈ രഥയാത്രയുടെ എസൻസ് ആയിട്ട് മനസ്സിലാക്കാൻ സാധിക്കുക. ഇതാണ് ഇതിൽ പറയുന്നത്. ഇനി അടുത്തൊരു ശ്ലോകം നോക്കാം. ശ്ലോകം 57. ഏഭാവേ നൃത്തമധ്യേ പടേ ഏക ശ്ലോക സേയി ശ്ലോകേരാർത്ഥ കേഹെ നാഹി ഭുജേ ലോക. ശബ്ദാർത്ഥം: ഏയ് ഭാവേ, ഈ നിർവൃതിയിൽ, നൃത്യമധ്യേ, നൃത്തത്തിനിടയിൽ, പടേ ചൊല്ലുക, ഏക ഒരു ശ്ലോകം, സെയ് ശ്ലോകേര ആ ശ്ലോകത്തിന്റെ അർത്ഥം, കേഹ ആർക്കും, നാഹി ഇല്ല, ഭുജേ മനസ്സിലാകുക, ലോക വ്യക്തി. വിവർത്തനം: ആ നിർവൃതിയിൽ ജഗന്നാഥ് ഭഗവാന് മുന്നിൽ നൃത്തം ചെയ്യുന്നതിനിടയിൽ ശ്രീചൈതന്യ മഹാപ്രഭു ഒരു ശ്ലോകം ചൊല്ലി. ആ ശ്ലോകത്തിന്റെ സാരം മിക്കവാറും ആർക്കും തന്നെ മനസ്സിലാക്കാൻ കഴിയുന്നില്ല. ശ്ലോകം 58. യക് കൗമാരഹരസ്സ ഏവ ഹി വരസ്താ ഏവ ചൈത്രക്ഷപാസ് തേ ചോന്മീലിത മാലതീസുരഭയ പ്രൗഢ കദംബാനില സാ ചൈവാസ്മി തഥാപി തത്ര സുരത വ്യാപാരലീലാവിധൗ രേവാരോദസി വേദസി തരുതലേ ചേത സ്മുത്ഖണ്ഡതേ. ശബ്ദാർത്ഥം: യഹ അതേ വ്യക്തി, കൗമാരഹരഹ കൗമാരത്തിൽ എന്റെ ഹൃദയം കവർന്ന ചോരൻ, സഹ അദ്ദേഹം, ഏവഹി തീർച്ചയായും, വരഹ കാമുകൻ, താഹ ഇവ, ഏവ തീർച്ചയായും, ചൈത്രക്ഷപാഹ ചൈത്രമാസ ചന്ദ്രികയുള്ള രാത്രികൾ, തേ അവ, ച ഉന്മീലിത ഫലഭൂയിഷ്ടമായ മാലതി പുഷ്പങ്ങളുടെ, സുരഭയ സൗരഭ്യങ്ങൾ, പ്രൗഢാഹ പൂർണ്ണമായും, കദംബ പുഷ്പത്തിന്റെ സുഗന്ധത്തോടുകൂടി, അനിലാഹ ഇളം തെന്നൽ, സാ അവൾ, ച ഏവ തീർച്ചയായും, അസ്മി ഞാൻ ആകുന്നു, തഥാപി എന്നിട്ടും, തത്ര അവിടെ, സുരത വ്യാപാര വളരെ അടുപ്പമുള്ള വ്യവഹാരങ്ങളിൽ, ലീലകളുടെ, വിധത്തിൽ, രേവ എന്നു പേരുള്ള നദി, രോദസി തീരത്ത്, വേദസി എന്നു പേരുള്ള തരുതലെ വൃക്ഷത്തിന്റെ ചുവട്ടിൽ, ചേതഹ എന്റെ മനസ്സ്, സമുത്കണ്ഠത്തെ പോകാൻ അതിയായി ഉത്കണ്ഠപ്പെടുന്നു. വിവർത്തനം: കൗമാരത്തിൽ എന്റെ ഹൃദയം കവർന്ന അതേ വ്യക്തി തന്നെ ഇപ്പോൾ വീണ്ടും എന്റെ നാഥനായിരിക്കുന്നു. ചൈത്രമാസ ചന്ദ്രികയുള്ള അതേ രാത്രികളാണിവ. മാലതി പുഷ്പങ്ങളുടെ അതേ സൗരഭ്യം ഇപ്പോഴും ഉണ്ട്. കദംബവനത്തിൽ നിന്ന് അതേ ഇളം തെന്നൽ എപ്പോഴും വീശുന്നുണ്ട്. ഞങ്ങളുടെ ഉറ്റബന്ധത്തിൽ അതേ കാമുകിത തന്നെയാണ് ഞാനും. എങ്കിലും ഇവിടെ എന്റെ മനസ്സ് സന്തുഷ്ടമല്ല. രേവാ നദിയുടെ തീരത്തുള്ള വേദസി വൃക്ഷത്തിന്റെ ചുവട്ടിലെ ആ സ്ഥലത്തേക്ക് മടങ്ങിപ്പോകാൻ ഞാൻ ആകാംക്ഷപ്പെടുന്നു. അതാണ് എന്റെ ആഗ്രഹം. ഭാവാർത്ഥം: ശ്രീല രൂപഗോസ്വാമി ശേഖരിച്ച പദ്യസമാഹാരമായ പദ്യാവലിയിൽ 386 ശ്ലോകം കാണാം. അപ്പം നമുക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നത്, അപ്പം ഈ ജഗന്നാഥ് ഭഗവാന് മുന്നിൽ ചൈതന്യ മഹാപ്രഭു നൃത്തം ചെയ്തുകൊണ്ടേയിരുന്നു. കണ്ടിന്യൂസ് ആയിട്ട് മണിക്കൂറുകളാണ് നൃത്തം ചെയ്തത്. അപ്പൊ നമുക്ക് അറിയാം, രഥയാത്ര തുടങ്ങിയാലും ചിലപ്പോൾ അത് അന്നേരം തീരണം നിർബന്ധമില്ല. അത് ജഗന്നാഥിന്റെ ഇച്ഛ അനുസരിച്ചാണ് രഥം എപ്പോൾ അവിടെ എത്തുന്നത് നമുക്ക് പറയാൻ പറ്റില്ല. അപ്പൊ ഇവൻ ജഗന്നാഥ് പുരിയിൽ പോയാൽ നമ്മളിപ്പോ അവർ പാണ്ഡ്യടുത്ത് നമ്മൾ ചോദിക്കണം, രഥയാത്ര എപ്പോ തുടങ്ങുന്നു ചോദിച്ചാൽ തന്നെ അവർ പറയും അത് ജഗന്നാഥിന്റെ ഇച്ഛയാണെന്ന് അവർ പറയും. എപ്പോ തുടങ്ങും എപ്പോ എൻഡ് ചെയ്യുന്ന ആർക്കും പറയാൻ സാധിക്കില്ല എന്നുള്ളതാണ്. അതുപോലെ തന്നെ ഇവിടെ ജഗന്നാഥ് ഭഗവാന് മുന്നിൽ നൃത്തം ചെയ്യുന്നിടയിൽ മഹാപ്രഭു ഒരു ശ്ലോകം അദ്ദേഹം ചൊല്ലി. അപ്പൊ അതെന്താണ് ആ ശ്ലോകം എന്ന് ആർക്കും മനസ്സിലാക്കാൻ സാധിച്ചില്ല. നമുക്കിപ്പോ വായിച്ചാൽ തന്നെ അത് മനസ്സിലാക്കാൻ പറ്റുന്നില്ല, വായിക്കാൻ തന്നെ ബുദ്ധിമുട്ടായിരിക്കുന്നു. ആ ശ്ലോകത്തിന്റെ സാരം എന്താണെന്ന് മനസ്സിലാക്കാൻ തന്നെ ആർക്കും സാധിച്ചില്ല എന്നാണ് ശ്രീ കൃഷ്ണദാസ് ഗോസ്വാമി പറയുന്നത്. അപ്പം അത് രൂപഗോസ്വാമിയുടെ പദ്യാവലി എന്ന അതിൽ ഇത് കാണുന്നുണ്ട്, ഈ ശ്ലോകം എന്താണെന്ന്. അപ്പൊ അതിൽ പറയുന്നു, കൗമാരത്തിൽ എന്റെ ഹൃദയം കവർന്ന അതേ വ്യക്തി തന്നെ ഇപ്പോൾ വീണ്ടും എന്റെ നാഥനായിരിക്കുന്നു. ചൈത്രമാസ ചന്ദ്രികയുള്ള അതേ രാത്രികളാണിവ. അപ്പൊ പറയുന്നത് അല്ലെ. അപ്പൊ ആരാണത്? അപ്പൊ അവിടെ ഭഗവാൻ കൃഷ്ണനെ പറ്റിയാണ് ഇവിടെ ഈ ഒരു ശ്ലോകത്തിൽ പറയുന്നത് അല്ലെ. മാലതി പുഷ്പങ്ങൾ അതേ സൗരഭ്യം ഇപ്പോഴും ഉണ്ട്. കദംബവനത്തിൽ നിന്ന് അതേ ഇളം തന്നെ എപ്പോഴും വീശുന്നുമുണ്ട്. ഞങ്ങളുടെ ഉറ്റബന്ധത്തിൽ അതേ കാമുകി തന്നെയാണ് ഞാനും. എങ്കിലും ഇവിടെ
എന്റെ മനസ്സ് സന്തുഷ്ടമല്ല. രേവാ നദിയുടെ തീരത്തുള്ള വേദസി വൃക്ഷത്തിന്റെ ചുവട്ടിലെ ആ സ്ഥലത്തിലേക്ക് മടങ്ങിപ്പോകാൻ ഞാൻ ആകാംക്ഷപ്പെടുന്നു. അതാണ് എന്റെ ആഗ്രഹം എന്ന് പറയുന്നത്. അപ്പം ഇതാണ് ആ ശ്ലോകത്തിന്റെ. ഇനിയിപ്പം വരുന്ന ഇതിൽ കൂടി നമുക്ക് നോക്കാം. അതിൽ ജസ്റ്റ് ഒന്ന് രണ്ട് ഇതുകൂടി വായിച്ചാൽ നമുക്ക് അത് മനസ്സിലാക്കാൻ സാധിക്കും. അതിന്റെ റിപ്ലൈ ആയിട്ട് എന്താണ് ആ ശ്ലോകമെന്നും അത് എന്താണെന്നുള്ളത് ഇതിൽ പറയുന്നുണ്ട്. അടുത്ത ശ്ലോകം ഒന്നുകൂടി നോക്കാം. ശ്ലോകം 59. ഏ ശ്ലോകേരർത്ഥ ജാനെ ഏകലെ സ്വരൂപ ദൈവേസെ വത്സര താഹൻ ഗ്യാചേന രൂപ. ശബ്ദാർത്ഥം ഏയ് ഇത് ശ്ലോകത്തിന്റെ അർത്ഥം ജാനെ അറിയുക, ഏകല മാത്രം, സ്വരൂപ ദാമോദരൻ, ദൈവേ യാദൃച്ഛികമായി, സേ വത്സര ആ വർഷം, താഹാൻ അവിടെ, കിയാചേന പോയി, ശ്രീ രൂപ ഗോസ്വാമി വിവർത്തനം. ഈ ശ്ലോകം ഏതെങ്കിലും സാധാരണ യുവാവും യുവതിയും തമ്മിലുള്ള അതിയായ അഭിലാഷം പ്രകടിപ്പിക്കുന്നതായി തോന്നിപ്പിക്കുന്നു. പക്ഷേ ഇതിന്റെ യഥാർത്ഥത്തിലുള്ള അഗാധമായ അർത്ഥം സ്വരൂപ ദാമോദരന് മാത്രമേ അറിയാമായിരുന്നുള്ളൂ. യാദൃച്ഛികമായി ഒരു വർഷം രൂപ ഗോസ്വാമിയും അവിടെ സന്നിഹിതനായിരുന്നു പറയുന്നത്. ശ്ലോകം 60. പ്രഭുമുഖേ ശ്ലോക ശുനി ശ്രീരൂപ ഗോസായി സൈ ശ്ലോകേരാർത്ഥ ശ്ലോക കരീല തഥായി. ശബ്ദാർത്ഥം പ്രഭുമുഖേ ശ്രീചൈതന്യ മഹാപ്രഭുവിന്റെ തിരുമുഖത്ത് ശ്ലോകം ശുനി കേൾക്കുക, ശ്രീരൂപ ഗോസായി ശ്രീല രൂപ ഗോസ്വാമി, സെയ് ശ്ലോകേര ആദ്യ ശ്ലോകത്തിന്റെ അർത്ഥം നൽകുക. മറ്റൊരു ശ്ലോകം കരീല ചിട്ടപ്പെടുത്തി തഥായി തൽക്ഷണം. വിവർത്തനം. ഈ ശ്ലോകത്തിന്റെ അർത്ഥം സ്വരൂപ ദാമോദരന് മാത്രമേ അറിയുമായിരുന്നില്ലെങ്കിലും ശ്രീചൈതന്യ മഹാപ്രഭുവിൽ നിന്ന് അത് കേട്ട ഉടനെ രൂപ ഗോസ്വാമി മൂലശ്ലോകത്തിന്റെ അർത്ഥം വിവരിക്കുന്ന മറ്റൊരു ശ്ലോകം രചിച്ചു. ഹരേ കൃഷ്ണ. അപ്പൊ നമുക്ക് ഈ ശ്ലോകത്തിന്റെ അർത്ഥം അറിയുന്ന ആരാണ്? ഭഗവാന്റെ അത്രയും കോൺഫിഡൻഷ്യൽ ആയിട്ടുള്ള ഭക്തന്മാർക്ക് അറിയാൻ സാധിച്ചുള്ളൂ. അപ്പം ഇപ്പൊ സ്വരൂപ ദാമോദരൻ എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന് എല്ലാം അറിയാം. ചൈതന്യ മഹാപ്രഭുവിന്റെ എന്ത് മൂടാണ്, ഏത് ശ്ലോകം എന്താണ് ഉദ്ദേശിക്കുന്നത് അറിയാൻ സാധിക്കും. പക്ഷെ ഇതിന്റെ അർത്ഥം അദ്ദേഹത്തിന് മാത്രം അറിഞ്ഞില്ല. പക്ഷെ എന്നാലും രൂപഗോസ്വാമി എന്ന് പറഞ്ഞാൽ രൂപഗോസ്വാമിക്കും ഈ അർത്ഥം മനസ്സിലാക്കി അതിന് മറ്റൊരു ശ്ലോകം രചിച്ചു കൊടുത്തു. എന്താണ് അത് രചിക്കുകയും അത് വളരെ നല്ലൊരു ലീലയാണ്. എങ്ങനെ നടന്നുള്ളത് നമുക്ക് നാളത്തെ ക്ലാസ്സിൽ കാണാം. അതായത് എങ്ങനെ അപ്പൊ ചൈതന്യ മഹാപ്രഭു അത്ഭുതപ്പെടും, എങ്ങനെ ഈ രൂപഗോസ്വാമിക്ക് എന്റെ മനസ്സിനെ അറിയാൻ സാധിച്ചു, അല്ലെ, എന്റെ മനസ്സിൽ തോന്നിയ ശ്ലോകത്തിന്റെ എക്സാക്ട്ലി അതിന്റെ റിപ്ലൈ ആയിട്ടുള്ള ശ്ലോകം അദ്ദേഹത്തിന് എഴുതാൻ സാധിച്ചു. അപ്പൊ അങ്ങനത്തെ ഭക്തന്മാർക്ക് ഭഗവാന്റെ കാര്യങ്ങൾ കൊണ്ട് മാത്രം ഇത് ചെയ്യാൻ സാധിക്കുള്ളൂ, ഇതൊക്കെ അറിയാൻ സാധിക്കുള്ളൂ. അപ്പൊ അത് എന്താണെന്നുള്ളത് നമുക്ക് നാളത്തെ ക്ലാസ്സിൽ കാണാം, അതിന്റെ ബാക്കിയുള്ള ഭാഗം. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. പ്രണാമം പ്രഭു. താങ്ക് യു പ്രഭു. നല്ല ക്ലാസ്. പ്രഭു രാധാകൃഷ്ണ ലീല പറയണമെന്ന് പറഞ്ഞപ്പോ അത് ചെയ്യാതിരിക്കാൻ വേണ്ടി പറയാം. എനിക്ക് ആ ഭാഗം മിസ്സായി, അതൊന്ന് പറയാമോ പ്രഭു? ശീല പ്രഭുപാദ് തന്നെയാണോ? അതെ അതെ, ചോദിച്ചില്ലേ അതിന്റെ. അപ്പൊ അവര് പ്രഭുപാദ് പറഞ്ഞു. അപ്പൊ ഇവര് വീണ്ടും വീണ്ടും ഇൻസിസ്റ്റ് ചെയ്തു. ആക്ച്വലി ഇൻസിസ്റ്റ് ചെയ്ത സമയത്ത് പ്രഭുപാദ് പിന്നെ അവസാനം പറഞ്ഞു. അപ്പൊ അവരത് പറഞ്ഞു, അതായത് ഈ രാധാകൃഷ്ണ ലീലകൾ കേൾക്കാൻ നിങ്ങൾ ചിലപ്പം യോഗ്യനായിരിക്കും, പക്ഷെ പറയാൻ എനിക്ക് യാതൊരു യോഗ്യതയുമില്ലാന്നാണ് ശീല പ്രഭുപാദ് പറഞ്ഞത് മാതൃജി. അപ്പൊ അത് അദ്ദേഹം ആചാര്യൻ എന്ന രീതിയിൽ അദ്ദേഹം കറക്റ്റായിട്ട് നമുക്ക് കാണിച്ചു തന്നു. അത്രയും പരിശുദ്ധ ഭക്തനായ ശീല പ്രഭുപാദിന് പറയാമായിരിക്കും, പക്ഷെ പിൽക്കാലങ്ങൾ ആൾക്കാരെ തെറ്റിദ്ധരിക്കുന്നുള്ള ബോധത്തോടെയാണ് ശീല പ്രഭുപാദ് ഒരിക്കലും അതിനെ ഓപ്പൺ ആയിട്ട് ഒരിക്കലും ഒരു സ്ഥലത്തും അതിനെപ്പറ്റി അദ്ദേഹം പറയാറില്ല. നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അല്ലെ, നമ്മള് പിന്നെ അത് ശ്രീമദ് ഭാഗവതത്തിൽ ആ ഭാഗം വന്നുകൊണ്ട് മാത്രമാണ് പ്രഭുപാദ് വളരെ കുറച്ച് ഭാഗങ്ങൾ അദ്ദേഹം എഴുതിയിരിക്കുന്നു. അത് അദ്ദേഹത്തിന് ഡ്യൂട്ടി എന്ന രീതിയിൽ മാത്രം അത് എഴുതിയിരിക്കുകയാണ്. അപ്പൊ അതാണ് വന്നത്. അപ്പം പ്രഭുപാദ് എപ്പോഴും എളിമത്വം നമുക്ക് എപ്പോഴും കാണിച്ചു തരാണ്. നമ്മൾ എന്തൊക്കെ അറിഞ്ഞാലും നമ്മൾ ഒരിക്കലും ഇത്ര അതീന്ദ്രിയമായിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാനുള്ള യോഗ്യത വന്നില്ല എന്നുള്ള കാര്യം നമുക്ക് പഠിപ്പിച്ചു തരാനുള്ള നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഹരേ കൃഷ്ണ. താങ്ക് യു പ്രഭു. ആ ഒരു സ്റ്റേജ് നമുക്കൊന്നും ഒരിക്കലും ആവൂല, അല്ലെങ്കിൽ പറ്റില്ല എന്നുള്ളെങ്കിൽ പറയാനും പറ്റില്ല എന്നുള്ളത് കൊണ്ട് കാണിച്ചു തരാൻ വേണ്ടിയായിരിക്കും പ്രഭുപാദ് അങ്ങനെ പറഞ്ഞിരിക്കുന്നത്. അതെ മാതാജി. അപ്പൊ നമ്മൾ എപ്പോഴും, അതായത് ശീല പ്രഭുപാദ് പല ആൾക്കാരും പലരും ചോദിക്കാറുണ്ട്, ഞാൻ ഏത് രീതിയിലായിരിക്കും ഭഗവാനെ സേവനം ചെയ്യുന്നത്, നമ്മൾ ഗോപനായിരിക്കോ ഗോപിയായിരിക്കോ അങ്ങനെയൊക്കെ എല്ലാം ചിന്തിക്കും. അപ്പൊ എപ്പോഴും പ്രഭുപാദ് പറഞ്ഞ് നമ്മളിപ്പോ ഒരു സേവകൻ എന്ന മൂഡിൽ നമ്മൾ എപ്പോഴും നിൽക്കുക. അപ്പൊ ആ മൂഡിനോട് സേവനം ചെയ്ത് ആ മൂഡിൽ ഒരു അല്ലെ നമ്മൾ ആ ഒരു ദാസ്യഭാവത്തിൽ നമ്മൾ ഭഗവാനെ സേവനം ചെയ്യണമെന്നാണ് പ്രഭുപാദ് പഠിപ്പിച്ചിരുന്നത്. അപ്പൊ നമ്മൾ ആ ഒരു ഭാവത്തിലൂടെ നമ്മൾ സേവനം ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കലി നമ്മുടെ സ്പിരിച്വൽ എക്സിസ്റ്റൻസ് എന്താണെന്നുള്ളത് നമുക്ക് എത്താം. ചിലപ്പം ഈ ജന്മത്തിൽ തന്നെ എത്താൻ സാധ്യമായിരിക്കാം. അത് നമ്മുടെ ഭക്തിയുടെ തീവ്രത അനുസരിച്ചായിരിക്കും മാതാജി. അപ്പൊ അതനുസരിച്ച് നമുക്ക് എന്താണോ ഇപ്പൊ ആത്മീയ ഗുരുവും ആചാര്യന്മാരും നമുക്ക് സേവനം
തന്നിരിക്കുന്നത് അത് നമുക്ക് ആത്മാർത്ഥമായിട്ട് ചെയ്യാൻ ശ്രമിക്കാം. നമ്മൾ ചെയ്യുന്ന ഓരോ സേവനത്തിനും ഭഗവാൻ തൃപ്തിപ്പെടുത്താനുള്ള ഗുണമാണ് നമ്മൾ ചെയ്യുക. അപ്പൊ ബാക്കിയുള്ള ഫ്യൂച്ചർ എന്നുള്ളത് നമുക്ക് അത് ഭഗവാൻ തന്നെ നമുക്ക് ഇത് ചെയ്ത് തരും. നമ്മൾ എന്താണ് നമ്മൾ ഉള്ളത് അതിനെപ്പറ്റി നമ്മൾ ചെയ്യും. അപ്പൊ എപ്പോഴും അതാണ് ഇപ്പോഴും ഭക്തന്മാർ നമുക്ക് എപ്പോഴും ഉപദേശം തരും. അപ്പൊ നമ്മളിപ്പോൾ ചിന്തിക്കും നമ്മളെ കൊണ്ട് പറ്റില്ല, അല്ലെങ്കിൽ ഇത് എപ്പോഴും ഭഗവാന്റെ കാരുണ്യമാണ് ഇത് ഏറ്റവും വലിയ ഫാക്ടർ നമുക്ക് എപ്പോഴും ഉള്ളത്. അപ്പൊ അതുകൊണ്ട് നമ്മൾ ആത്മാർത്ഥമായിട്ട് നമ്മൾ ചെയ്യാൻ ശ്രമിക്കാം നമ്മളെ കൊണ്ടാവുന്ന രീതിയിൽ. ബാക്കി ഭഗവാന്റെ കാര്യം കൊണ്ട് നമുക്ക് എത്താൻ സാധിക്കും എന്നുള്ളതാണ്. ആ ഒരു വിശ്വാസത്തോടെ നമ്മൾ മുന്നോട്ട് പോകാം. എന്തായാലും നമ്മൾ ഇന്നലത്തെ കാട്ട് ഇന്ന് കുറച്ചുകൂടി നല്ല രീതിയിൽ നമ്മൾ സേവനം ചെയ്യാൻ ശ്രമിക്കുക. അപ്പൊ ഡേ ബൈ ഡേ ആയിട്ട് നമ്മളതിനെ അതിന്റെ കോൺഷ്യസ്നെസ്സിനെ ഇമ്പ്രൂവ് ചെയ്യാം നമ്മൾ ചെയ്യുന്ന ഓരോ സേവനത്തിലും. അപ്പൊ അങ്ങനെ നമുക്ക് മനസ്സിലാക്കാൻ മനസ്സിലാവും. താങ്ക് യു പ്രഭു. താങ്ക് യു വളരെ. പ്രണാമം പ്രഭു. താങ്ക് യു. ഹരേ ഓക്കെ, കൃഷ്ണ അപ്പൊ പ്രഭു പ്രണാം. ഹരേ കൃഷ്ണ പ്രണാമം. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ, ഹരേ കൃഷ്ണ. അപ്പൊ അങ്ങനെയാണ് ഇന്നത്തെ ക്ലാസ് എൻഡ് ചെയ്യാം. വന്ന് ചേർന്ന ഭക്തമാർക്ക് വിനീതമായ നന്ദി. ശ്രീ ചൈതന്യ ചരിതാമൃതം की जय, जय शील प्रभुपाद की जय, जय सद्वेद गौर भक्तवृंद की जय, निताई गौर प्रेमानंदे। हरि हरि बोल ഹരി हरि ഹരി हरि बोल. താങ്ക് യു പ്രഭു. ഹരേ കൃഷ്ണ. हरे कृष्ण, थैंक यू, हरे कृष्ण, धन्यवाद। ഹരേ കൃഷ്ണ.